ഹല്ലേലൂയ. ദൈവവചനത്താൽ നിങ്ങൾക്ക് ഉന്മേഷം വന്നുവോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളിൽ എത്ര പേര് അന്യോന്യം സംസാരിക്കാതിരുന്നു? ഞാൻ നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അന്യോന്യം സംസാരിക്കാതിരുന്നവർ, മറ്റുള്ളവരോട് സംസാരിച്ചവർ എത്ര പേരുണ്ടെന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ചിലർ രണ്ട് കാര്യത്തിനും കരങ്ങൾ ഉയർത്തിയിട്ടില്ല. അവർ നുണയത്തികളാണെന്ന് തോന്നുന്നു. കള്ളം പറയരുത്, കള്ളം എന്ന് പറയുന്നവരോട് ഇരുത്താൻ സമ്മതിക്കില്ല. ആരോട് സംസാരിക്കാതെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തവർ എത്ര പേരുണ്ട്? കരങ്ങളെ ഉയർത്താമോ? 20-25% പേര് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ 75% പേരെന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. ചിലപ്പോൾ ദൈവം പറയും, നിങ്ങൾ ചിലപ്പോൾ ഒരു പരീക്ഷ പോലെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതുപോലെ സംസാരിക്കരുതെന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ ഉപവസിക്കണം എന്ന് പറഞ്ഞ് വചനമായിട്ട് ഉപവസിക്കാൻ പറഞ്ഞേക്കാം, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ പറഞ്ഞേക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ശക്തരായിത്തീരും. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബലമുള്ളവരെന്ന് എനിക്ക് മനസ്സിലായി. ഈ അനുസരണം ഇത് നിങ്ങളുടെ എല്ലാ പരാജയങ്ങൾക്കും കാരണമായി തീരും. തീർച്ചയായിട്ടും വിശ്വാസത്തെ അത് ബാധിക്കും. ഞാൻ പരിശുദ്ധാത്മാവിലൂടെയാണത് പറഞ്ഞത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആത്മാവിൽ ഞാൻ ചലിക്കപ്പെട്ടിട്ടാണ് നിങ്ങളോട് ഞാനത് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസം തീർച്ചയായിട്ടും ജയം തന്നെ. എന്നാൽ യോശുവയുടെ കാലത്ത് ദൈവം പറഞ്ഞു, നീ ആളുകളോട് പറയുക, ആരോടും സംസാരിക്കരുത് എന്ന് പറഞ്ഞു. 6 ദിവസങ്ങൾ, ശരിയല്ലേ? 7ാമത്തെ ദിവസം പോലും, 7ാമത്തെ ദിവസം 7ാമത്തെ പ്രാവശ്യമാണ് അവർ വാ തുറന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു പ്രവചന ശബ്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയം വേണമെങ്കിൽ, നിങ്ങളിൽ വിശ്വാസം സജീവമാകണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പോരാളിയാകണമെന്ന്, ദൈവത്തിൻ്റെ ശക്തമായ ദാസിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ മാത്രമല്ല, ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ടാണ് യേശു ശക്തനായിരുന്നത്? കാരണം അവൻ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചു. വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കുക. എപ്പോഴെല്ലാമാണ് നാം അനുസരണക്കേട് കാണിക്കുന്നത്, നാം അവിടെ നിന്ന് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ദൈവമായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കണം, ദൈവമേ ഞാൻ ഇതുപോലെ ജീവിക്കും. നാസീർ വ്രതസ്ഥൻ ചെയ്യേണ്ട ഒരു സത്യമുണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്. ഞാൻ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. നിങ്ങൾ ശക്തരായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ദേവദാസിയാകണമെന്നായി ആഗ്രഹിക്കുന്നെങ്കിൽ, വിശ്വാസ പോരാളി, രോഗികളെ സൗഖ്യമാക്കുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊക്കെ മറന്നേക്കുക. ദൈവമായിട്ട് നടക്കുക, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക, ദൈവവചനം നിങ്ങൾ അനുസരിക്കുക. എന്നാൽ മാത്രമേ ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. എത്ര പേര് ഇതിനോട് യോജിക്കും? നിങ്ങൾ പറയുമോ, കർത്താവേ, അങ്ങയോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു, എന്നോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് പറയുമോ? എന്നാലേ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. നിങ്ങൾ പറഞ്ഞാട്ടെ, കർത്താവ് എന്നോട് ക്ഷമിക്കണം, വിശുദ്ധനായ ദൈവമേ എന്നോട് ക്ഷമിച്ച യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കുക, എന്നെ മുഴുവനായി നിറച്ച് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഉറക്കുമെന്ന് പറഞ്ഞാട്ടെ. പിതാവേ, ഇപ്പോൾ മുതൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ, എൻ്റെ പ്രാണനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെ സകലതും അങ്ങയുടെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയെ അനുസരിപ്പാൻ ഇന്നു മുതൽ എന്നേക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുക, അങ്ങയുടെ ആത്മാവിൽ എന്നെ നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തിലേക്ക് പോകട്ടെ. ഇപ്പോൾ ഞാൻ ദൈവവചനവും വിശ്വാസം എന്നതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വിശ്വാസ പോരാളിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് അടിസ്ഥാനം ദൈവവചനമാകുന്നു. ആമേൻ. ഞാൻ മുന്നമേ പറഞ്ഞിരുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല മറ്റുള്ള ഏതെങ്കിലും സഹായത്തോടു കൂടെ അല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം, പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന് അത്രയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. നിങ്ങൾ ഒരു വചനവും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. എല്ലാ വചനവും നിങ്ങൾ വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, എല്ലാ വചനവും. യേശു പഴയ നിയമത്തിൽ നിന്നും തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ ലോകത്തെ നിർണ്ണയിക്കും, നിങ്ങളുടെ ഭാവി ലോകത്തെ നിർണ്ണയിക്കും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാവി ലോകത്തെ നിർണ്ണയിക്കും. ആമേൻ. എന്തെന്നാൽ വചനം ദൈവത്തെ വഹിക്കുന്നു. ദൈവം തന്നെത്താനെ തൻ്റെ വചനത്തിൽ മറച്ചു വച്ചിരിക്കുന്നു. യോഹന്നാൻ 1:2 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, പിതാവിനോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. 14-ാമത്തെയും 17-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ ആ വചനം യേശുവായി തീർന്നു. ആമേൻ. ശ്രദ്ധിക്കുക, ആ വചനം യേശുവായി തീർന്നു. അവൻ ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചു. ആ വചനം ശരീരമായി പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിച്ച് രോഗികളെ സൗഖ്യമാക്കുകയും ആ വചനം വന്ന് മുടന്തനെ തൊട്ടപ്പോൾ മുടന്തൻ നടന്നു. ആ വചനം മരിച്ച ശരീരമായ ലാസറിനോട് ശരീരത്തോട് സംസാരിച്ചപ്പോൾ ആ മരിച്ച ശരീരം കല്ലറയ്ക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു. ലൂക്കോസ് 7-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ നൈൻ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ, ഒരു വിധവയുണ്ടായിരുന്നു. അവിടെ ഇതിവിടെ മകൻ മരിച്ചുപോയി. ആളുകൾ അവൻ്റെ ശവശരീരം കൊണ്ടുവന്നപ്പോൾ യേശു അതിനെതിരെ വരികയാണ്. അപ്പോൾ വചനം അതിനെതിരെ ചെല്ലുന്നു. പറഞ്ഞാട്ടെ, വചനം ചെല്ലുന്നു. വചനം സ്വർഗത്തിലായിരുന്നു, അവൻ യേശുവായി മാറി മനുഷ്യ ശരീരത്തിൽ വന്ന് അത് ജഡമായി തീർന്നു. എന്നിട്ട് ആ യുവാവിൻ്റെ ശവപ്പെട്ടിക്ക് ഒന്ന് തൊട്ടു. ആ ശവപ്പെട്ടിയിൽ ഒന്ന് തൊട്ടു. മരിച്ച ശരീരത്തോടെ പറഞ്ഞു, യുവാവ് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. നോക്കുക, അവൻ എഴുന്നേറ്റ് ഇരുന്ന് എല്ലാവരോടും ചോദിച്ചാൽ എന്തിവിടെ സംഭവിക്കുന്നത്? യേശു ആരാണ്? ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. വചനത്തിന് ജീവനെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ വാക്കുകൾക്ക് ജീവനെ കൊണ്ടുവരാൻ കഴിയും. ജീവനും മരണവും നാവിൻ്റെ അധീനതയിലിരിക്കുന്നു. സദൃശവാക്യം 18:21. നമുക്ക് ജീവനെ തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ നാവ് കൊണ്ട് നമുക്കത് തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങളത് ശ്രദ്ധിച്ചാട്ടെ. എത്ര പേർ ഇതിന് ശേഷം ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറാണ്? അനുസരിക്കുമോ? നിങ്ങളുടെ കരങ്ങളൊന്ന് ഞാൻ കാണട്ടെ. നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യുമോ? അനുസരിക്കുമോ? പിതാവേ, പാസ്റ്റർ എന്താ പറയാൻ പോകുന്ന അറിയില്ല. ശരി, എന്നാലും കൈപൊക്കി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ജീവനെ കാണും. പറഞ്ഞാട്ടെ, ഇന്നു മുതൽ എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇന്നു മുതൽ സഹോദരി എന്നെ നോക്കിയാട്ടെ. സഹോദരി, ഇന്നു മുതൽ നിങ്ങൾ ദൈവവചനം മാത്രമേ സംസാരിക്കാവൂ.
Only the scripture. തിരുവെഴുത്തുകൾ മാത്രം, Only the positive word. ഏറ്റവും നല്ല വാക്കുകൾ മാത്രം, ശുഭഭാവിയെക്കുറിച്ച് നിങ്ങൾ പ്രസ്താവിക്കുക. Any word of death. നിങ്ങൾക്ക് മരണത്തക്കമായ ഒരു വാക്കുകൾ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ദുഃഖത്തിൻ്റെയോ സാധിക്കാത്തതിൻ്റെയോ വിഷമത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയരുത്. ഇത് സാധ്യമാകുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറയേ ദൈവത്താൽ ഇത് സാധ്യം. നിങ്ങളല്ല സംസാരിക്കും, ദൈവവചനമാകുന്നു സംസാരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ വാക്ക്. നിങ്ങൾ വിശ്വാസം തന്നെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ എന്നെ അനുസരിക്കും, ദൈവം പറയുന്ന അനുസരിക്കുമോ? ഇന്ന് മുതൽ നിങ്ങൾ ആ ഒരു തീരുമാനമെടുക്കണം. അതായിരിക്കും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളതിന് തയ്യാറാണോ? വെറുതെ അതേന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ നിങ്ങളത് തുടങ്ങുക. നിങ്ങളുടെ നന്മയ്ക്കായി അത് ഭവിക്കും. അസാധ്യമായത് എന്തെങ്കിലും കണ്ടാൽ പറയേ ഇത് സാധ്യമാകും. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഡോക്ടർക്ക് അസാധ്യമായിരിക്കാം, എന്നാൽ ദൈവത്തിന് അസാധ്യമല്ല. ആമേൻ. എൻ്റെ അമ്മയ്ക്ക് 1988 എൻ്റെ അമ്മയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. 6 മാസത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞാലും ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവകൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു, വചനം പ്രഖ്യാപിച്ചു, കൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന് ശേഷം 27 വർഷം എൻ്റെ അമ്മ ജീവിച്ചിരുന്നു. ആ ക്യാൻസറിൻ്റെ മുഴ അത് കാണാതെയായി. ഡോക്ടർ ഞെട്ടിപ്പോയി. നമ്മൾ അങ്ങനെയുള്ളൊരു ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. ഞാൻ സേവിക്കുന്നത് ശക്തനായ ദൈവത്തെയാകുന്നു. നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. ഞാനൊരു ദൈവപുത്രനാകുന്നു, ഞാനൊരു ദൈവപുത്രിയാകുന്നു. എൻ്റെ വായിലുള്ള ദൈവവചനം, ഞാൻ ആ വചനത്തെ പറയുമ്പോൾ ദൈവം പറയുമ്പോൾ ഉള്ള അതേ ശക്തി ഞാൻ പറയുന്ന വചനത്തിലൂടെ ഉണ്ട്. നിങ്ങൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് വെളിയിൽ പോകുന്നത് വരെ നിങ്ങൾ തെറ്റായ രീതിയിൽ മോശമായിട്ട് നിങ്ങളെക്കുറിച്ചോ മറ്റാരെക്കുറിച്ച് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചോ നിങ്ങളുടെ റൂമിനെക്കുറിച്ചോ നിങ്ങളുടെ ടോയ്ലറ്റിനെ കുറിച്ച് പോലും പറയരുത്. നിങ്ങൾ പോയി ആ ടോയ്ലറ്റ് വൃത്തിയാക്കുക. ആരെങ്കിലും പരാതി പറഞ്ഞാൽ നിങ്ങൾ പോയി അത് വൃത്തിയാക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിലത് ചെയ്യാറുണ്ട്. എന്തിനാ ദൈവം ഇതെന്നെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കുന്നത് എനിക്കറിയില്ല. ആരെങ്കിലും പറഞ്ഞാട്ടെ, ഇനി പിറുപിറുക്കൽ ഇല്ല, ഇനി പരാതി പറയുന്നതില്ല, ഇനി മോശമായിട്ട് പറയില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം മാത്രം. അതിനുശേഷം ആ ശക്തി നിങ്ങളിൽ വർദ്ധിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിലത് സംഭവിക്കാൻ പോകുന്നു. ആമേൻ. നാം അത് തീരുമാനിക്കുക. പറഞ്ഞാട്ടെ, അതേ കർത്താവേ, പിതാവേ, എന്തെല്ലാം ഞാൻ സംസാരിച്ചുവോ, ഞാൻ ജനിച്ചത് മുതൽ സംസാരിച്ചതെല്ലാം, ഇതുവരെ പറഞ്ഞതെല്ലാം, ഏതെങ്കിലും തെറ്റായി പറഞ്ഞത്, മോശമായി പറഞ്ഞത് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവ്, ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഇപ്പോൾ മുതൽ ഞാൻ അങ്ങയുടെ വചനമല്ലാതെ മറ്റൊന്നും ഞാൻ സംസാരിക്കില്ല. വിശ്വാസവും നല്ലതും മാത്രം ഞാൻ സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉന്മേഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഊർജം എവിടെയാണെന്ന് കണ്ടെത്തുക. അത് ബൂസ്റ്റിലല്ല ഇരിക്കുന്നത്, അത് വചനത്തിലാണ് ഇരിക്കുന്നത്. ആരെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളൊരു മനോഹര വ്യക്തിയാകുന്നു. ദൈവത്തിൻ്റെ വചനം, ഉറക്കെ പറഞ്ഞാട്ടെ, ദൈവവചനം, അതിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ വചനം അപ്പോൾ ആദിയിലുണ്ടായിരുന്നു, ജഡമായി തീർന്നു, അവൻ ഈ ലോകത്തോടെ സഞ്ചരിക്കാൻ തുടങ്ങി, അത്ഭുതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം വരുന്നത് വചനത്താലാണ്. ആമേൻ. അതത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ഓക്കെ ആയിരിക്കുന്നു? ഒന്ന് ചിരിച്ചാട്ടെ. ആവർത്തന പുസ്തകം 30:11 മുതൽ 14 വാക്യം നിങ്ങൾ എല്ലാവരും അത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തനം. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. നിങ്ങൾ നിർത്തി വായിച്ചാട്ടെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതല്ല. നിങ്ങൾക്ക് എഴുതാൻ കഴിയും.
points out. ഞാനൊരു 7 കുറിപ്പുകൾ നിങ്ങൾക്ക് തരും. പറഞ്ഞിട്ട് വിശ്വാസം നിങ്ങൾക്ക് അത്ര മറഞ്ഞു കിടക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തതോ മനസ്സിലാകാത്തതോ ഒന്നല്ല ഈ വിശ്വാസം. ദൈവം പറയുന്നത് ഇത് അത്ര ആജ്ഞാപിക്കുന്ന കൽപ്പന എന്നത് പ്രയാസമുള്ളതല്ല. എല്ലാവരും പറഞ്ഞാട്ടെ വിശ്വാസം ലളിതമാണ്. പറഞ്ഞാട്ടെ അത്ഭുതം It's not a secret. അതത്ര രഹസ്യമൊന്നുമല്ല, അത് എളുപ്പമാണ്. അടുത്തത് ദൂരമായുള്ളതുമല്ല, It is not far away. അതത്ര ദൂരത്തുമല്ല, നിങ്ങൾക്ക് തൊടാൻ കഴിയാത്തതോ എത്തിച്ചേരാൻ കഴിയാത്തതോ ഒന്നല്ല. പറഞ്ഞാട്ടെ വിശ്വാസം എന്നതോ അതത്ര ദൂരെയുള്ളതല്ല, അതെൻ്റെ അടുക്കലുണ്ട്. It is near you. അത് നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഉണ്ട്. അത് ആ വചനം നിങ്ങളുടെ അടുക്കലുണ്ട്, ആ ശക്തി നിങ്ങളുടെ അടുക്കലുണ്ട്, ആ അഭിഷേകം നിങ്ങളുടെ അടുക്കലുണ്ട്. അടുത്ത വാക്യം, ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്നും. ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? എൻ്റെ ഉള്ളിൽ. The faith is not now in ആ വിശ്വാസവചനം ഇപ്പോൾ സ്വർഗത്തിലല്ല, അത് പഴയ നിയമത്തിൽ സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടത് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും. ബെന്നിഹീനോ ബെനീറ്റാണിയോ എസക്കി അണ്ണനോ leaders, they can do miracles. ആ വലിയ ദൈവദാസന്മാർക്കെല്ലാം അത്ഭുതം ചെയ്യാൻ കഴിയും. എനിക്കെങ്ങനെ കഴിയും? It is not in heaven. അതിപ്പോൾ സ്വർഗത്തിലല്ല, It's not far off. അതത്ര ദൂരെയുമല്ല. You should not say like നിങ്ങൾ അങ്ങനെ പറയരുത്. it is near you. അത് നിങ്ങളുടെ അടുക്കൽ എന്ന് പറയുക. Who will ascend into heaven for us and bring it to us, Next. that we may hear? ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആറ് സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞയക്കണം. അത് സമുദ്രത്തിന് ഇക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഈ വചനം, ഈ വിശ്വാസം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ വിശ്വാസം Beyond sea. Oh, if I നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ദൂരെയൊന്നും അല്ല. ഞാൻ ഈ അമേരിക്കയിൽ പോയാൽ എനിക്കിത് പഠിക്കാമെന്നല്ല. ഇതാ ആര് പോയി എനിക്കത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അയ്യോ എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് വിസ വേണം, അതിനുള്ള പൈസയില്ല. എനിക്ക് പൈസയുണ്ട്. you shouldn't say like നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ അത് കേട്ട് ചെയ്യേണ്ടതാകും. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. did you all have tea? നിങ്ങളെല്ലാവരും ചായ കുടിച്ചായിരുന്നോ? ഇല്ലേ, കുടിച്ചില്ലേ? കുറച്ച് നിവർന്ന് ഉഷാറോടെ ഇരുന്നാട്ടെ. See, നോക്കുക, we want to see miracles. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ The spiritual life. ആത്മീയ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനം. വിശ്വാസമാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനമില്ലാതെ നിങ്ങൾക്ക് അതിന് മേലൊരു കെട്ടിടം പണിതെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിനകത്തൊരു കഥയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. It is not beyond seas. അത് നിങ്ങൾക്ക് ദൂരമായിരിക്കുന്നില്ല, നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. അടുത്തുള്ളവരൊക്കെ പറഞ്ഞാട്ടെ എൻ്റെ അടുക്കലുണ്ട്, നിങ്ങളുടെ അടുക്കലുണ്ട്. In your mouth, Where is it? എവിടെയുള്ള? നിന്റെ വായിൽ. എവിടെയാ? നിന്റെ വായിൽ, നിങ്ങളുടെ വായിലുണ്ട്. പറഞ്ഞാട്ടെ വായിൽ, Mouth. വായിൽ, വായിൽ, വായിൽ. It is in your mouth. അത് നിങ്ങളുടെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. It is not too mysterious. അതത്ര രഹസ്യമൊന്നുമല്ല, അത് ഒരുപാട് ദൂരത്തുമല്ല, It is not in heaven. അതിപ്പോൾ സ്വർഗത്തിലുമല്ല, Not beyond sea. അത് കടൽ അക്കരെയുമല്ല, Near you. അത് നിങ്ങളുടെ അടുക്കലുണ്ട്. ആറാമത്, Your mouth. അത് നിങ്ങളുടെ വായിലുണ്ട്. Your miracle is in your നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ വായിലാണ് ഇരിക്കുന്നത്. ഏഴാമത്തേത്, അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. What is that? അതിൻ്റെ അർത്ഥം എന്താണ്? To the book of Romans. റോമർ 8, 9, 10. 10 8, 9, 10 വാക്യങ്ങളിലേക്ക് വരാം. റോമർ 10 8, 9, 10 വാക്യങ്ങൾ. the word is near you, The word is near you. in your mouth. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. പറഞ്ഞേട്ടോ, അതാണ് വിശ്വാസവചനം. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. 9ാമത്തെ വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. You will be saved.
Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ഏറ്റുപറയുന്നു, my mouth. എൻ്റെ വാഗുകൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു, യേശു ക്രിസ്തു തന്നെ കർത്താവ്. ദൈവം എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പറയുന്നു. എൻ്റെ വാഗുകൊണ്ട് ഞാനതിന് പറയുന്നു. പറഞ്ഞാട്ടെ, എൻ്റെ സന്ദേശം ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പോകാം. Two words. Everyone say, എല്ലാവരും പറഞ്ഞ രണ്ട് വാക്ക്. victory. വിജയം. Two. Say, mouth. ഒന്ന് വിജയം, രണ്ടാമത് വായ. ഹൃദയം, വായ, ഹൃദയം, വായ. വിജയത്തിന് രണ്ട് വാക്ക്. ഒന്ന് വായ, ഒന്ന് ഹൃദയം. Mouth. 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 Heart. Heart. വായ, 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 ഹൃദയം, ഹൃദയം, ഹൃദയം. Heart. Mouth. ഹൃദയം, വായു. Believe it. നിങ്ങളത് വിശ്വസിക്കുക, അത് പറയുക. പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിക്കും, ഞാനത് പറയും. ഞാനത് വിശ്വസിക്കും, ഞാനത് പറയും. അത്ഭുതം സംഭവിക്കും. ആമേൻ. How do you get saved? എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? യേശുവേ, ഞാൻ പാപിയായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരിക. അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞു. അത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ രക്ഷ വന്നു. നിങ്ങളൊരു ദൈവവൈതലായി മാറി. എന്തൊരു വലിയ അത്ഭുതം See, കാണുക. normal person. ഒരു സാധാരണ വ്യക്തി ഒരു അസാധാരണ വ്യക്തിയായി മാറി. How does it, you know? എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഒരു A bus. You take a bus. നിങ്ങളൊരു ബസ് എടുക്കുക. ബസ് പെട്ടെന്നൊരു ഫ്ലൈറ്റായി മാറി എങ്ങനെ ഉണ്ടാകും? That is salvation. അതാണ് രക്ഷ. You are on this earth, നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് യേശു വന്നപ്പോൾ purified. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴുകപ്പെട്ട് നിങ്ങൾ പെട്ടെന്നൊരു സ്വർഗീയ വ്യക്തിയായി മാറി. That is salvation. അതാണ് രക്ഷ. How did it happen? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വായിലൂടെ സംസാരിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. This is the criteria. ഇതാണ് അതിൻ്റെ അളവുകോൽ. ഇതാണ് എല്ലാ അത്ഭുതത്തിനും പുറകിൽ കിടക്കുന്ന ചട്ടം. ആരെങ്കിലും ക്യാൻസറായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, യേശു 2000 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ അവർക്ക് സൗഖ്യം നൽകിയതാണ്. How is it? How can you say Jesus healed her on the cross? യേശു എങ്ങനെ ക്രൂശിൽ അവൾക്ക് വേണ്ടി അത് വഹിച്ചു എന്ന് പറയാൻ കഴിയും? Oh, in Baraka they told me ആ Jesus healed her. No. ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ബറാക്കയിൽ നിന്ന് അവർ പഠിപ്പിച്ചു എന്നാണോ പറയേണ്ടത്? അല്ല. Tell me the word of God. ദൈവവചനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് പറയും? നിങ്ങളെന്ത് പറയും? I will go and ask sir. സാർ, ഞാൻ ബറാക്ക പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറയും. ഇല്ല, വചനത്തിൽ എവിടെ കിടക്കുന്നത്? പറഞ്ഞാട്ടെ, 1 പത്രോസ്. Say, 1 Peter. പറഞ്ഞാട്ടെ, 1 പത്രോസ് 2:4. 1 പത്രോസ് 2:24. പറഞ്ഞാട്ടെ, 1 പത്രോസ് 2:24. 1, 2, 2, 4. 1 പത്രോസ് 2:24. അതെന്താ പറയുന്നത്? വായിച്ചാട്ടെ. Quick. Shall prophecy will preempt our- Who himself bore our sins in his Jesus himself. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. for righteousness, by whose stripes By Jesus' stripes, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. you are healed. നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. ഇല്ലേ? No. ഇല്ല. I say no. ഞാൻ ഇല്ല എന്ന് പറയും. No. ഇല്ല. Listen, I really tell you no. ഞാൻ യഥാർത്ഥത്തിൽ പറയുന്നത് ഇല്ല. That's wrong. നിങ്ങൾ സൗഖ്യം ആയിട്ടില്ല. The word say. അടുത്ത വചനം എന്താ പറയുന്നത്? Read. What does the word say? you were നിങ്ങൾ എപ്പോഴോ സൗഖ്യമായിരിക്കുന്നു. സൗഖ്യം ചേർന്നിരിക്കുന്നു. ഇപ്പോഴല്ല, നിങ്ങൾ എപ്പോഴോ സൗഖ്യമായിരിക്കുന്നു. Excuse me. What is the difference between are and were? എന്താണ് Tense. What tense? വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് പോലെ ആ ആ- ആ ക്രിയ ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണ്? I drink tea. ഞാൻ ചായ കുടിച്ചു. I drank tea. ഞാൻ ചായ കുടിക്കുന്നു. രണ്ടിൽ വ്യത്യാസം എന്താണ്? നിങ്ങൾ ചായ കുടിച്ചോ? Past. അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ? Finished work. അത് തീർന്ന് ചെയ്തു കഴിഞ്ഞൊരു കാര്യമല്ലേ? I എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ സൗഖ്യമായിരിക്കുന്നു. healed. നിങ്ങളെന്നോ സൗഖ്യമായിരിക്കുന്നു. Disease. You say no. രോഗമുണ്ടെങ്കിൽ പറയണമേ, അതവിടെ ഇല്ല, എപ്പോഴും എനിക്ക് സൗഖ്യം വന്നതാണ്. Yalo urabaske. ഞാൻ എൻ്റെ സന്ദേശം തീർക്കുന്നവരെ നിങ്ങളെല്ലാവരും നേരെ ഏർക്കുക.
old woman. നിങ്ങളൊന്നും വയസ്സായവരല്ല. ആമേൻ. When the Bible says ബൈബിൾ speak against it, it പറഞ്ഞാൽ അതിനെതിരെ നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് പാപമത്രേ. you were healed. Yes, Lord. വേദപുസ്തകം പറയും നിങ്ങൾ എന്നോ സൗഖ്യമായിരിക്കുന്നു എന്ന് പറ. അതെ, ഞാൻ സൗഖ്യമായിരിക്കുന്നു. How many of you understand this? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? When you enter, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, കോളേജിലായിക്കൊള്ളട്ടെ, നിങ്ങൾ എല്ലാം പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഫലം വന്നു. പാസ്റ്ററെ, ഫലം വന്നു, അതാ ഞാനിവിടെ വന്നത്. listen, the result came. നിങ്ങൾ പാസ്സായി എന്ന് ഫലം വന്നെങ്കിൽ, One who did not enter the exam, പരീക്ഷ എഴുതാത്തൊരു വ്യക്തി government says you are already passed. ഗവൺമെൻറ് പാസ്സായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? During Corona, കൊറോണ സമയത്ത് 2 years, 2 വർഷം did not read anything. ഒന്നും വായിക്കാത്തവർ പോലും പാസ്സായി. Now God says, ഇപ്പോൾ ദൈവം പറയുന്നത്, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും എന്നോ സൗഖ്യമായതാണ്. all your debts, നിങ്ങളുടെ എല്ലാ കടങ്ങളും, നിങ്ങളുടെ കടങ്ങൾ എല്ലാം വീട്ടപ്പെട്ടു. you are blinking, only paying. നിങ്ങളുടെ കണ്ണ് ചിമ്മുവാണോ? ഇതൊക്കെ എപ്പോഴാണ് നടന്നത്? Mary also was saying, മറിയ എങ്ങനെയാണ് ചോദിച്ചത്? എങ്ങനെ സാധിക്കും? how can I have? എങ്ങനെ എനിക്ക് ഒരു കുഞ്ഞുണ്ടാകും? ഞാനൊരു കന്യകയല്ലേ. You are a virgin. നിങ്ങൾ കന്യക തന്നെ, എനിക്കറിയാം. എന്നാൽ ദൈവം പറയുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോട് കൂടെ എന്നുള്ള പേര് വിളിക്കണം. ഹല്ലേലൂയ. God says you were healed. ദൈവം പറയുന്നത് നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. നിങ്ങൾ പറയണം, അതേ കർത്താവ്, അതേ കർത്താവ്, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ദൈവം പറയുന്നു, നിങ്ങളെ Shall I tell you, for all your expenses, all പറയട്ടെ, listen, ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമാകുന്നതെല്ലാം യേശു തൻ്റെ ഓരോ വിശുദ്ധമായ, ഏറ്റവും വിലയേറിയ, ഒരിക്കലും സന്തുലനമായി നിർത്താൻ കഴിയാത്ത വിശുദ്ധമായ രക്തം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം അവൻ ക്രൂശിൽ അടച്ചു. അവൻ്റെ രക്തത്താൽ അവൻ വിലയ്ക്ക് വാങ്ങി. my disease is cancer. എൻ്റെ രോഗം റദ്ദാക്കപ്പെട്ടു, എൻ്റെ കടം റദ്ദാക്കപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. പറഞ്ഞാട്ടെ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പിടിച്ചെടുക്കുന്നു. ആമേൻ. You are not a poor, നിങ്ങൾ ഒരു ദരിദ്ര വ്യക്തിയല്ല. blessed. നിങ്ങൾ വളരെ സമ്പത്തുള്ള ദൈവത്തിൻ്റെ ഒരു ദൈവദാസിയാകുന്നു. Joel 3:10 says, യോവേൽ 3:10 പറയുന്നത്, ബലഹീനൻ ഞാൻ ബലവാനെന്ന് പറയട്ടെ, let the poor say, I am rich. ദരിദ്രൻ ഞാൻ സമ്പന്നൻ എന്ന് പറയട്ടെ. Let the weak say, I am strong. And let the poor say, I am rich. Because of what my Lord has done on the cross for them. And now let the weak say, I am strong. Let the poor say, I am rich. Yes, Lord. Because of what my Savior Jesus shed जो his गरीब है वो बोले blood. मैं अमीर हूँ। यीशु के लहू से जो क्रूस में वो हमारे लिए खर्चा किया। हाँ पिता, പിതാവേ, Thank you for your precious blood. കർത്താവേ, യേശുവിൻ്റെ വലിയ രക്തത്തിനായ സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ യേശുവിൻ്റെ ഓരോ തുള്ളി രക്തം എൻ്റെ എല്ലാ കടവും വീട്ടി, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. കർത്താവേ, എൻ്റെ എല്ലാ രോഗത്തെയും അങ്ങ് വഹിച്ചു. എല്ലാ ശാപങ്ങളും അങ്ങ് അതിനുവേണ്ടി അങ്ങയുടെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയല്ലോ. We disobey God. നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ അത് പാപമായിരിക്കും. We disbelieve God. നമ്മൾ ദൈവത്തെ വിശ്വസിക്കാതിരുന്നാലും അവൻ്റെ വചനത്തെ വിശ്വസിക്കാതിരുന്നാലും അത് പാപമാകും. ദൈവവചനം പറയുന്നു, നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. Far away, അത് അത്ര വിദൂരമല്ല, അത് രഹസ്യമായി കിടക്കുന്നതുമല്ല, അത് സ്വർഗത്തിലുമല്ല, അത് കടൽക്കരയ്ക്ക് അപ്പുറവുമല്ല. അത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അത് നിങ്ങൾക്ക് സ്പർശിക്കാവുന്നതാണ്. സ്പഷ്ടമായിരിക്കുന്നു. അത് പിടിക്കാൻ കഴിയുന്നതാണ്. അത് നിങ്ങളുടെ അടുക്കലുണ്ട്. എൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ വായിൽ അതുണ്ട്. വചനം പറയുന്നത്, വചനം വിശ്വസിക്കുക, നിങ്ങളത് പറയുക. believe, പറയട്ടെ, be, yes. വിശ്വസിക്കുക. See the miracle there. അത്ഭുതത്തെ നോക്കി വിശ്വസിക്കുക. See. Everyone നിങ്ങൾ പറയുക, കാണുക. BSSS BSS, you know that? BSS എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഉണ്ട്. ഇതെന്ത് ഡിഗ്രിയാ? Believe,
say, വിശ്വസിക്കുക, പറയുക, കാണുക. BSS, believe, say, faith works. see. Faith believes. വിശ്വാസം കാണുന്നു, വിശ്വാസം പറയുന്നു. വിശ്വാസം. How many of you believe? എത്ര പേര് ഈ വചനത്തെ വിശ്വസിക്കുന്നു? What is your current problem? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? What type of disease or sickness you have been suffering? നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങൾക്കുള്ള രോഗമോ വ്യാധിയോ എന്താണ്? വചനം പറയുന്നത്. ആരാ പറയുന്നത്? വചനം. വചനം ഒന്ന് പറഞ്ഞാട്ടെ. വചനം. Word says, വചനം പറയുന്നു. suppose the court says, one person കോടതി ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കുന്നു എന്ന് ഉത്തരവിട്ടാൽ, you are free. നിന്നെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരവ് വന്നില്ലേ? സ്വർഗീയ കോടതിയും വചനം പറയുന്നത് നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ എന്നോ സൗഖ്യമായിരിക്കുന്നു, ഇതിനകം തന്നെ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്നാണ് സ്വർഗീയ കോടതി പറയുന്നത്. നിങ്ങളത് വിശ്വസിച്ചാൽ You receive it. നിങ്ങൾക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും. നിങ്ങളത് പ്രാപിച്ചാൽ You speak. നിങ്ങൾക്കത് സംസാരിക്കാൻ കഴിയും. നിങ്ങളത് സംസാരിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. During the period of Nelson Mandela, നെൽസൺ മണ്ടേലയുടെ കാലത്ത് അമേരിക്കയിൽ there was a rule. Every black is free. ഒരു സമയമുണ്ടായിരുന്നു. But many black കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള പ്രശ്നങ്ങളെല്ലാം വേണ്ട എന്നുള്ള രീതിയിൽ ഒരു നിയമം വന്നു. അത് വിശ്വസിച്ചവരെല്ലാവർക്കും went away. അവർക്കെല്ലാവർക്കും Now God says, മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എന്നാൽ അതുപോലെ ദൈവം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. which we preach. Hereafter you must preach. ഇത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇതിന് ശേഷം ഇനി നിങ്ങൾ വിശ്വാസത്തിൻ്റെ വചനമേ പ്രസംഗിക്കാവുള്ളൂ, നിങ്ങളുടെ വചനങ്ങളല്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രസംഗിക്കുക. അതുകൊണ്ടാണ് ശലോമോൻ സദൃശ്യവാക്യം 4:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. എൻ്റെ മകനെ എൻ്റെ ശബ്ദം കേൾക്കുന്നത്. വായിക്കാമോ? You are going to read every scripture. എല്ലാ തിരുവെഴുത്തും നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. Give attention to my words. Hello? മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. Have you been in National Cadet Corps? നിങ്ങൾ NCCയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ NSSലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നോ? Attention. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളതിൽ അറ്റൻഷനായിട്ടൊന്ന് ഇരുന്നാട്ടെ. I was a teacher in the school. I used to say, sit, attention. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയും അറ്റൻഷനായിട്ട് ശ്രദ്ധയോടെ ഇരിക്കണം. Old ladies are here. ചില വാർദ്ധക്യത്തിലായിരിക്കുന്ന Attention. സഹോദരിമാരിവിടെ ഉണ്ട്, വളഞ്ഞു കുനിഞ്ഞായിരിക്കുന്നത്. God says, give attention to what? To the words. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എല്ലാവരും പറഞ്ഞാട്ടെ. 3 പ്രാവശ്യം പറയട്ടെ. വചനം, വചനം ശ്രദ്ധിക്കുക. വചനം, വചനം, വചനം. Attention to your words. Please. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കാം. Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ. എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. നിങ്ങൾ വചനത്തെ കേൾക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. let the words go from your ആ വചനം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒരിക്കലും മാറിപ്പോകരുത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മീയ കണ്ണിൽ നിന്ന് ഒരിക്കലും അത് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. They are life to those who find അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. എല്ലാവരും പറഞ്ഞിട്ട് ദൈവവചനം എനിക്ക് വെളിച്ചമാകുന്നു. നിങ്ങളുടെ ഭാവിയ ദൈവവചനത്തിനകത്തുണ്ട്. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, നിങ്ങളത് വിശ്വസിച്ച് നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ, ആമേൻ. See, when I don't have a bicycle, എനിക്ക് ഒരു സൈക്കിൾ ഇല്ലാത്ത സമയത്ത് share this testimony. ഈ സാക്ഷി നിങ്ങളോട് പറയുന്നത് എനിക്ക് ലജ്ജയൊന്നുമില്ല. My college. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത്. Got saved in the year 1980. 1985 ഞാൻ രക്ഷിക്കപ്പെട്ടത്. I wanted a new bicycle. എനിക്കൊരു പുതിയ സൈക്കിൾ അപ്പോൾ വേണമായിരുന്നു. Dr. Young ഞാൻ യോങ്കിച്ചോയുടെ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ ഒരുപാട് സ്പർശിച്ചു. തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു എല്ലാം താൻ വിശ്വസിച്ചിരുന്നു. confessed it. താൻ അതിനകത്ത് ഏറ്റുപറയുന്നതായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. താൻ അത് പൊതുവിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. When he wanted a rolling chair, തനിക്ക് ഒരു big wood table, ഇങ്ങനെ London bicycle. കറങ്ങുന്നൊരു കസേര, അതുപോലെ നല്ല ഒരു തേക്കിൻ്റെ He believed it. മേശയും വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ താൻ തൻ്റെ സഭയിലുള്ള ആളുകളോട് പറഞ്ഞു, Started his
തൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. താൻ പറയുന്നത്, എനിക്കൊരു ലണ്ടൻ സൈക്കിളുണ്ട്, എനിക്കൊരു തേക്കിൻ്റെ മേശയുമുണ്ട്, ഒരു കറങ്ങുന്ന കസേര ഉണ്ടെന്ന് പറഞ്ഞു. അവർ യുവാക്കന്മാരിത് കേട്ട് വന്നു ചോദിച്ചു, പാസ്റ്റർ ലണ്ടൻ സൈക്കിൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലാണ് ഉള്ളത്. ആ തേക്ക് മേശ എവിടെയാണെന്ന് ചോദിച്ചാൽ അതവിടെ കൊണ്ട് വരും. താൻ അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന കറങ്ങുന്ന കസേര എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. എല്ലാം എൻ്റെ വയറ്റിനകത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്. എനിക്കത് കാണാൻ കഴിയും, വിശ്വാസത്തിന് കാണാൻ കഴിയും. എന്താണ് അതിനകത്തുള്ളത് കാണാൻ അതിന് കഴിയും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളത് കാണുക, നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളത് പറയുക. അത് നിങ്ങളുടെ ആത്മീയ ഗർഭപാത്രത്തിനകത്ത് അത് കിടപ്പുണ്ട്. അബ്രഹാം, സാറ, അവർക്ക് 100 വയസ്സും 90 വയസ്സുമായിരുന്നു. ഒരാൾക്ക് അബ്രഹാമിന് 100 വയസ്സ്, സാറയ്ക്ക് 90 വയസ്സ്. 10 വർഷത്തിൻ്റെ വ്യത്യാസം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അബ്രഹാമേ, യജമാനനെ എന്ന് അബ്രഹാം പറഞ്ഞു, നീ നിൻ്റെ ചർച്ചക്കാരെയും ബന്ധുമിത്രാദികളെ വിട്ടു പോക. ഇത് കേട്ടാൽ ചിലർ പറയും, ഓ കർത്താവേ നന്ദി, ഇന്ത്യ വിട്ട് എനിക്ക് പോകണം, എൻ്റെ കുടുംബത്തിനെ വിട്ടു പോകണമെന്ന്. ഓ കർത്താവേ സന്തോഷം, എന്നോടൊന്ന് പറയൂ, എനിക്കൊന്ന് ഇവിടുന്ന് പോകണമായിരുന്നു എന്ന് ചിലർ പറയും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം പറഞ്ഞു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരുപാട് പ്രശസ്തനാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12:2-3 വാക്യങ്ങൾ. അവൻ ദൈവശബ്ദം കേട്ടു, അവൻ അത് വിശ്വസിച്ചു. 75-ാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്. ഒരു സാധ്യതയില്ലാത്തടത്ത്, കുഞ്ഞുണ്ടാകും എന്നൊരു സാധ്യതയില്ലാത്തടത്ത് അവനത് കേട്ടു. അതിനുശേഷം 25 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ സാറ നല്ലൊരു ഉപായം കൊടുത്തു. അതിൻ്റെ ഇടയിലേ നിങ്ങളെല്ലാവരും നല്ല ആളുകളല്ലേ, മികച്ച ഉപായങ്ങൾ മാത്രം നൽകുക. ദൈവത്തോട് ആദ്യം ചോദിക്കുക, ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്താൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. നോക്കുക, അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല. വീണ്ടും ഒരു പ്രലോഭനം വന്നു. ആ സമയത്ത് ദൈവം 25 വയസ്സ് കഴിഞ്ഞ് ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട സമയം വന്നപ്പോൾ അബ്രാം എന്നതിൽ അബ്രഹാം എന്നുള്ള പേര് അതിനു മുമ്പേ മാറിയിരുന്നു. അതിൻ്റെ അർത്ഥം സകല ജാതികളുടെ പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം, വിശ്വാസത്തിൻ്റെ പിതാവ്. അതുപോലെ നിങ്ങളുടെ പേരിനൊരു ശക്തിയുണ്ട്. അവൻ ബഹുജാതികൾക്ക് പിതാവായിരുന്നു. എന്നാൽ നോക്കുക, സ്വന്തമായിട്ടൊരു കുഞ്ഞില്ല. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്തടത്ത് ദൈവം സംസാരിക്കുന്നു. റോമർ 4:17. സദൃശവാക്യത്തിലേക്ക് പിന്നീട് മടങ്ങി വരാം. റോമർ 4-ാം അധ്യായത്തിലേക്ക് വരാം. റോമർ 4:7. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്നെഴുതിയിരിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിനു തന്നെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ഇത് നിങ്ങളുടെ ജീവിത ശൈലിയെ മാറ്റും. ഇത് ഒരു പെട്ടെന്ന് ഉള്ള വലിയ ഒരു മാറ്റം, ഒരു രൂപാന്തരം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവരും. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. എന്നാൽ അവന് സ്വന്തമായിട്ടൊരു പൈതലുണ്ടായിരുന്നില്ല. പ്രവചനം പറഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു, 100 വയസ്സായി. ദൈവത്തിൻ്റെ മഹത്വത്തിനായി പറയട്ടെ, വചനം പറയുന്നു, അബ്രഹാം ദൈവസാന്നിധ്യത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നവരല്ലേ? നിങ്ങളുടെ ഉള്ളിലെ ദൈവസാന്നിധ്യമില്ലേ? ഹല്ലേലൂയ. മോശ പറഞ്ഞു, കർത്താവേ, ഞങ്ങളോട് കൂടെ ആര് വരും? എൻ്റെ സാന്നിധ്യം കൂടെ പോരും.
നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന കാറുകൾ മിക്കവാറും എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം ഇതാണ്: എൻ്റെ സാന്നിധ്യനോട് കൂടെ പോരും. ദൈവം പറഞ്ഞ് എൻ്റെ സാന്നിധ്യനോട് കൂടെ ഉണ്ടായിരിക്കും. ആവസിക്കുന്ന സാന്നിധ്യം നിന്നിലുണ്ട്, നിങ്ങളുടെ ആത്മാവിലുണ്ട്. നിങ്ങൾക്ക് അബ്രഹാം വിശ്വസിച്ചതുപോലെ ദൈവവചനത്തെ വിശ്വസിക്കാൻ കഴിയും. ആരെങ്കിലും ഉറക്കെ പറഞ്ഞാട്ടെ, അതെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം നിങ്ങൾക്ക് അത്രയധികം ബലവും ശക്തിയും നൽകുന്നു. എഴുതപ്പെട്ട, പറയപ്പെടുന്ന, പ്രഖ്യാപിക്കപ്പെട്ട ദൈവവചനം അത് ചെയ്തെടുക്കുന്നു. ദൈവം നിങ്ങൾക്ക് വിശ്വാസത്തെ നൽകുന്നു, അത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ചെയ്യുന്നു. പിശാച് നിങ്ങൾക്ക് ഭയം നൽകുന്നു, നിങ്ങൾക്ക് അവിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ നോക്കുക, അബ്രഹാം വിശ്വസിച്ചു, അതേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. റോമർ 4:17 ഒരിക്കൽ കൂടെ വരാം. സാറ വിശ്വസിച്ചിരുന്നു, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരാൻ വിശ്വസ്തനത്രേ. ഒരു സാധ്യതയില്ലാത്തടത്തും ദൈവത്തെ കൊണ്ട് സാധ്യം. പറഞ്ഞാട്ടെ, അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിന് അസാധ്യമല്ലല്ലോ, അത് ദൈവത്തിന് സാധ്യമത്രേ. ഞാനത് വിശ്വസിക്കുന്നു. അബ്രഹാം അത് വിശ്വസിച്ചു, സാറ വിശ്വസിച്ചു. അവർക്ക് വിശ്വാസ പരീക്ഷ നേരിട്ടു, അവർ അതിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു കുഴിയിലൂടെ അവർ കടന്നുപോയി. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിരുന്നു. എന്താണ് വിശ്വസിച്ചത്? മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനത്രേ. പറഞ്ഞാട്ട്, അവൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനത്രേ. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചു കിടക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് മടക്കി കൊണ്ടുവരുവാൻ ദൈവൻ ശക്തൻ. പരിശുദ്ധാത്മാവെ ഞാനങ്ങ് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോട്ടെ, എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചോട്ടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത അവയവങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, അത് നേരായി പ്രവർത്തിക്കട്ടെ. സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഞാൻ കൽപ്പിക്കുന്നു. ആ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. അബ്രഹാം വിശ്വസിച്ചു, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തൻ. അതേ കൃത്യസമയത്ത് ദൈവം അവനെ സന്ദർശിച്ചു. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഇത് ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് 18-ാം അധ്യായം വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം സംസാരിച്ചു. അബ്രഹാം പറഞ്ഞു, ഹലോ, അടുത്ത വർഷം ഈ സമയത്ത് നിന്നെ ഞാൻ കാണാൻ വരും, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. സാറ നിങ്ങൾക്കറിയില്ലേ? സാറേ അറിയില്ലേ? സാറേനറിയില്ലേ? സാറ വാതിലിൻ്റെ പുറകിലിരുന്ന് കേട്ടുകൊണ്ട്, നീ സ്ത്രീകളുണ്ടല്ലോ 10 കിലോമീറ്റർ പുറകിലിരുന്നാൽ അവർ കൃത്യമായിട്ട് കേട്ടെടുക്കും. ചില സഹോദരിമാർക്കുള്ള ചെവി എന്ന് പറഞ്ഞാൽ അത്ര മൂർച്ചയുള്ള ചെവിയാണ്. എവിടെ നിന്നും അവർക്ക് കേൾക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ നല്ല രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, തെറ്റായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ദൈവം നല്ലൊരു കാര്യം പറഞ്ഞു, നീ ഒരു കുഞ്ഞ് നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞു. സാറ ചിരിക്കാൻ തുടങ്ങി. എന്തായി പറയുന്നത്? 90-ാമത്തെ വയസ്സിലും ഇത് സാധ്യമാ? അവൾ വാതിലിന് പുറകെ നിന്ന് ചിരിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ അകത്തിന് ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നോക്കുന്നു, ദൈവം കാണുന്നു. വാതിൽ ഉള്ളിലൂടെ അവന് കാണാൻ കഴിയും. സകല വസ്തുക്കളുടെ ഉള്ളിലൂടെ ദൈവത്തിന് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, സംശയിക്കുന്നത്, ദൈവം അത് കാണുന്നു. ഹലോ, ഞാൻ ഒരുപാട് സന്ദേശം കേട്ടതാണെന്നേ. ഇനിയോ സംശയം? ഉടനെ അവൾ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അടുത്തൊരു നുണയും കൂടെ പറഞ്ഞു. അവിശ്വാസം വ്യാജം പറയാൻ പ്രേരിപ്പിക്കും, അതിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ മക്കൾ, ദേവദാസന്മാർ, ആത്മാവിലുള്ളവർ, നീ ചിരിച്ചു എന്ന് പറഞ്ഞു. അവൾ ഇല്ല എന്ന് പറഞ്ഞു, നുണ പറഞ്ഞു.
ഓ അവനൊരു വലിയ വ്യക്തിയല്ലേ അബ്രഹാം. ഇല്ല, നീ ചിരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അവളോട് എതിർത്തു. Yes, sir. Sorry. അതെ സാർ, ക്ഷമിക്കണേ സാർ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. By this time, you are going to have a son. അവൾ അങ്ങനെ പറഞ്ഞു. Because you love, your son's name is love. നീ ചിരിച്ചത് കൊണ്ട് Always love. Love comes. നീ ചിരിച്ചത് കൊണ്ട് നിന്റെ മകൻ്റെ പേര് ചിരി എന്നായിരിക്കും, ഇസഹാക്ക് എന്ന് പേരിടുമെന്ന് പറഞ്ഞു. I said, go. ഇസഹാക്ക് എന്ന് വിളിച്ച ഇസഹാക്ക് ചിരിച്ചുകൊണ്ട് വരും. What you do, നീ ചെയ്യുന്നത്, നീ അവിശ്വസിച്ചത് അത് ഒരു അത്ഭുതമായിരിക്കാം. ഹലോ, you are all best people. നിങ്ങളെല്ലാം വളരെ നല്ല ആളുകളാണ്. Faith laughs, of course. വിശ്വാസം തീർച്ചയായിട്ടും പുഞ്ചിരിക്കും. The next year came, അടുത്ത വർഷം വന്നു, 2025 came. 2025 വന്നു. ഹല്ലേലൂയ. Isaac was born. ഇസഹാക്ക് ജനിച്ചു. She started laughing. അവൾ ചിരിക്കാൻ തുടങ്ങി. ശരിക്കും For my husband, 100. എനിക്ക് 90 വയസ്സ്, 100 വയസ്സ് ഭർത്താവിന് ഉണ്ടായിരുന്നപ്പോൾ ഇത് ലോകത്തിന് തന്നെ അത്ഭുതമായി എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. നിങ്ങൾക്ക് ഓ എന്ന് പറഞ്ഞ് ചെറുതായിട്ട് പറയാൻ തോന്നുകയുള്ളൂ. 100 years. 100 വയസ്സുള്ള ഒരുവന്. ആമേൻ. ഹല്ലേലൂയ. 110. 100 years. Hallelujah. ഹല്ലേലൂയ. Faith is possible with any year. വിശ്വാസത്തിന് ഏത് വർഷവും പ്രശ്നമല്ല. 100 വയസ്സായിക്കൊള്ളട്ടെ, 70 ആയിക്കൊള്ളട്ടെ, 90 ആയിക്കൊള്ളട്ടെ, ഏത് വയസ്സായിക്കൊള്ളട്ടെ, വിശ്വാസത്തിന് സാധിക്കും. Suppose ചിലപ്പോൾ small boy comes. ഒരു ബാലൻ വന്നിട്ട് വൈദ്യുതി പ്രവാഹത്തിൽ തൊട്ടാൽ അവന് ഷോക്കടിക്കുമോ? The biggest person in the world. ഈ ലോകത്തിൽ വലിയൊരാൾ വന്ന വ്യക്തി അതിനെ തൊട്ടാൽ എങ്ങനെയായിരിക്കും? ഷോക്കടിക്കില്ലേ? ആര് തൊട്ടാലും ശരി. Chapter 3. റോമർ 3:22-23 പറയുന്നത്, ആരെല്ലാം വിശ്വസിക്കുന്നുവോ It is possible. അവരാൽ ഇത് സാധിക്കും. ഹല്ലേലൂയ. Your amen comes from a big, deep well. നിങ്ങളുടെ ആമേൻ വരുന്നത് ആഴമേറിയ കിണറിൽ നിന്നാണ് തോന്നുന്നത്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആമേൻ. It's possible. അത് സാധ്യമാണ്. Amen. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Yeah. Small child touches the electricity, it shocks him. ഒരു ബാലന് വൈദ്യുതി പ്രവാഹത്തിൽ തൊട്ടാൽ അവന് ഷോക്കടിക്കുന്നു. ഒരു വലിയ മനുഷ്യൻ ചെയ്താലും അങ്ങനെ തന്നെ. Of Indian currency. ഒരു ഇന്ത്യൻ കറൻസി നോട്ട് ഒരു ഷോപ്പിൽ കൊടുത്താൽ അവൻ അതിനുള്ളിൽ കിട്ടുന്നു. അത് വലിയൊരു മനുഷ്യൻ കൊണ്ട് കൊടുത്താലും അതിന് വേണ്ടത് കിട്ടും. അതുപോലെ വിശ്വാസം ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അവൻ അതിനടുത്ത് ചെയ്താൽ അവനും അത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. Faith works. വിശ്വാസം പ്രവർത്തിക്കുന്നു. I'm talking now by faith. ഞാൻ വിശ്വാസത്തോടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ മറുപടി തരുന്നു. നിങ്ങളെല്ലാവരും Mighty evangelist. നിങ്ങൾ ശക്തരായി സുവിശേഷകന്മാരാകും, ശക്തരായ വിടുതൽ നൽകുന്നവരായി, വളരെ ശക്തമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായി തീരും. നിങ്ങളെല്ലാം സൗഖ്യം നൽകുന്നവരായി തീരും. നോക്കുക, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ പിശാച് നിങ്ങളെ കാണുമ്പോൾ ഓടി ഒറിക്കും. You don't flee. നിങ്ങൾ ഓടുകയില്ല, പിശാച് ഓടും. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചു. Next verse, please. അടുത്ത വചനം. God who gave life to the dead and all those who think മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഇല്ലാത്ത ഒരു കാര്യം ഇല്ലെങ്കിലും ഒരു കുഞ്ഞു ജനിച്ചു എന്ന് കാണുന്നുവെങ്കിൽ, ഇസഹാക്കില്ല, പക്ഷേ അവൻ്റെ ആത്മീക കണ്ണിൽ അവൻ കാണുകയാണ്, ഇസഹാക്കിനെ ഞാൻ കാണുന്നു. അതേപോലെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് സൈക്കിൾ ഇല്ലാത്തപ്പോൾ ഞാൻ വിശ്വസിച്ചു, കർത്താവേ, ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടമായിരുന്നു, കർത്താവേ എനിക്കൊരു പുതിയ സൈക്കിൾ വേണം, ഹെർക്കുലസ് ബൈസിക്കിൾ, അത് പച്ച കളറിൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആരുടെ പണം വാങ്ങില്ല, ആരോട് ചോദിക്കില്ല എന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു. Some people say, ആരോ പറഞ്ഞു, you are not earning. നീ സമ്പാദിക്കുന്ന പോലുമില്ല, പിന്നെ എങ്ങനെ നിനക്ക് സൈക്കിൾ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ട, ദൈവം എനിക്ക് നൽകും. ആ സമയത്ത് 1200 രൂപയായിരുന്നു. ഇന്നത്തെ സമയത്ത് Somebody gave me 1,200. ആരും എനിക്ക് 1200 രൂപ നൽകി. ഞാനത് കടയിൽ പോയി പുതിയ ഹെർക്കുലിസ് പച്ച നിറത്തിലുള്ള സൈക്കിൾ വാങ്ങി. After some time, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ
എനിക്കൊരു മോപ്പഡ് ബൈക്ക് വേണമായിരുന്നു. ആ സമയത്ത് 12,000 രൂപയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നീല കളറിലുള്ള മോപ്പഡ് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ആരോ എനിക്ക് 12,000 രൂപ തന്നു. ഞാൻ പോയി അത് വാങ്ങി. When there was no car in our corridor, ഞങ്ങളുടെ വീട് മുറ്റത്ത് വരാന്തയിൽ കാറില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാറ് വരും, ഈ തരത്തിലുള്ള കാർ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാനും എൻ്റെ ഭാര്യയും ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഏറ്റു പറഞ്ഞു. that car, ആ കാറ് വന്നു അവിടെ. somebody is not interested. ഇത് കേൾക്കാൻ ചിലർക്ക് താല്പര്യം പോലും. നിങ്ങൾ കാറ് വാങ്ങിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാ? You believe you will get it. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. Pray for another. അതിനുശേഷം മറ്റൊരു കാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മറ്റൊരു കാർ വന്നു. അടുത്ത കാർ വന്നു. God who promised is faithful. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ കാറിന് വിശ്വസിച്ചാൽ കാറ് കാണും. For the Son, you will see the Son. നിങ്ങൾ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സാറ് നിങ്ങൾക്ക് വരും. Believe for miracles. നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അത്ഭുതം നിങ്ങൾ കാണും. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കാണും. He said, God brings അവൻ പറഞ്ഞു, സകലത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ. there was nothing. ഒന്നുമില്ലാതിരുന്ന സമയത്ത് അതും എല്ലാം ശൂന്യമായിരുന്നു. God said, ദൈവം പറഞ്ഞു, God created heaven. ദൈവം സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കി. ആമേൻ. When there was no sun, സൂര്യനില്ലാത്ത സമയത്തും യേശു പുത്രനായിട്ട് പറഞ്ഞു, സൂര്യ വരിക. മകൻ പറയുന്നു, സൂര്യ വരിക. let there be stars, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. planets, space. ഗ്രഹങ്ങൾ, സൗരയൂഥങ്ങൾ എല്ലാം ഉണ്ടായി. ഹലോ, Jesus said, യേശു പറഞ്ഞു, some people are listening like that. Jesus said, യേശു പറഞ്ഞു, അയ്യോ യേശു പറഞ്ഞു, അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ യേശുവിനെ പോലെ അല്ലേ? the same power. അതേ ശക്തി. Shall I tell you, creative ഞാൻ പറയട്ടെ, സൃഷ്ടിക്കുവാൻ കഴിവുള്ള ആ ശക്തി അത് ദൈവവചനത്തിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങളുടെ വായിൽ നിന്ന് വരുമ്പോൾ അത് അത്ഭുതത്തെ സൃഷ്ടിക്കും. ഇന്ന് അത്ഭുതം സൃഷ്ടിക്കപ്പെടും. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ, ഇന്ന് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാക്കട്ടെ. ഞാൻ ശാപിക്കുന്നു, വിട്ടുപോകട്ടെ. എല്ലാ ട്യൂമറുകളും ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകട്ടെ. എല്ലാ ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ടോൺസിൽസുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. I command every problem in the spine. നട്ടലിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. The word comes miscarriages. If you have experienced I speak a miracle. ഗർഭചിത്രം എന്ന ഒരു വാക്കിൻ്റെ മേൽ വരുന്നു. അങ്ങനെ ഗർഭചിത്രം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. യൂട്രസിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്തു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എല്ലാ തകർക്കപ്പെട്ട വിവാഹത്തിനകത്തും ഞാൻ അത്ഭുതത്തെ കൽപ്പിക്കുന്നു. ആമേൻ. അബ്രഹാം വിശ്വസിച്ചു, ദൈവ സാന്നിധ്യത്തിൽ അത് വിശ്വസിച്ചു. അവൻ അറിയാമായിരുന്നു ദൈവം സകലത്തെയും ഒന്നുമില്ലായ്മ ഉളവാക്കുന്നു. പണമില്ലേ? ദൈവം പറയുന്നു പണം വരട്ടെ. അതെ, പണം വരുന്നു. Peter. Yes, sir. What do the people say? പത്രോസ്, Should we pay the tax? നീ നികുതി അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. We did not pay the tax. We are children.
നമ്മൾ നികുതി അടയ്ക്കാൻ ദൈവത്തിൻ്റെ മക്കളല്ലാതിരിക്കാൻ കഴിയുമോ? Pay the tax. Okay, we shouldn't be a hindrance or offense to some people. And you go to the sea. നീ കടലിലേക്ക് പോകുക, കടലിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ മീനിനെ പിടിക്കാൻ പറഞ്ഞു, അതിൻ്റെ വാ തുറക്കുക, അതിനകത്തൊരു ദ്രഹ്മപ്പണം ഉണ്ടാകും. നമുക്ക് രണ്ടുപേർക്കും വേണ്ടുന്ന നികുതി അതിൽ നിന്ന് അടയ്ക്കാൻ വേണ്ടി യേശു പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ട പണം ദൈവം തരും, നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള പണം ദൈവം തരും, നിങ്ങളുടെ വാടക കൊടുക്കാനുള്ള പണം ദൈവം തരും, നിങ്ങളുടെ കടപ്പെട്ട് കിടക്കുന്നത് നൽകുവാൻ ദൈവം തരും, നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടുന്ന പണം ദൈവം തരും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട ദൈവം തരും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കെട്ടിടത്തിന് വേണ്ടുന്ന പണം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കെട്ടിടം പണി, ആ വീട് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ പണം യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സമ്പത്ത് വരട്ടെ. അബ്രഹാം വിശ്വസിച്ചു. ദൈവം ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്നവനാകുന്നു. ആമേൻ. എന്തെന്നാൽ ദൈവം അവിടെയുണ്ട്. അവൻ വിശ്വസിച്ചു. അടുത്ത വചനം, Who, contrary to hope, in hope believed. മരിച്ചവരെ ജീവിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾ പിതാവാക്കി. അങ്ങനെയെങ്കിൽ നിങ്ങളെ ബഹുജാതികൾക്ക് മാതാവാക്കി ദൈവം വെച്ചിരിക്കുന്നു. നിങ്ങൾ ബഹുജാതികൾക്ക് മാതാവായിരിക്കുന്നു. അതെ, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു. അതേ കർത്താവ് പറഞ്ഞാട്ടെ, ഞാൻ ബഹുജാതികൾക്ക് മാതാവാകുന്നു, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു. നിങ്ങളത് വിശ്വസിക്കുക. ഒന്നാമത് നിങ്ങളത് വിശ്വസിക്കുക. പിന്നീട് നിങ്ങൾ ആ വിശ്വാസത്തിന്, ആ പ്രത്യാശയ്ക്ക് എതിരായിരുന്നതിനെ അതിനകത്ത് പ്രത്യാശയില്ലാത്തതിനെതിരായി നിങ്ങൾ പ്രത്യാശ വെക്കുക. അവിശ്വാസത്തിനെതിരായി നിങ്ങൾ വിശ്വാസം വെക്കുക. ലോകം പറഞ്ഞേക്കാം ഇല്ല എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ പറയണം, ക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവിനാൽ എനിക്കത് കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം അവൻ്റെ അഭിഷേകത്താൽ അത് എന്നെ ബലപ്പെടുത്തുന്നു. എനിക്ക് സാധിക്കും, എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ എനിക്കത് കഴിയും. എനിക്ക് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ എനിക്കത് കഴിയും. എനിക്ക് ഈ വിഷയത്തെ പരിശുദ്ധാത്മാവിനാൽ പഠിക്കാൻ കഴിയും. എനിക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും. എനിക്ക് ജ്ഞാനമുള്ളവനായി ഇരിക്കാൻ കഴിയും. ആമേൻ. എനിക്ക് ഐശ്വര്യമുള്ളവനായിരിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ അത് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക, അതിനായി പ്രവർത്തിക്കുക. വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്. അബ്രഹാം വിശ്വാസമില്ലാതെ പ്രത്യാശയ്ക്കെതിരായി വിശ്വസിച്ചു. അവനോട് സംസാരിച്ചത് പ്രകാരം അത് സംഭവിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, അത് പറയപ്പെട്ടതാണ്. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഗലാത്യർ 3:9 പറയുന്നത് ആരെല്ലാമാണോ വിശ്വസിക്കുന്നത്, ക്രിസ്തു വിശ്വസിക്കുന്നവൻ എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതിയാകുവാൻ അവൻ അവകാശം കൊടുത്തു. ആ വ്യക്തി നീതിമാനായി തീരുവാൻ അവകാശം കൊടുത്തു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. ഞാൻ നിങ്ങളെ ഇന്ന് വെല്ലുവിളിക്കട്ടെ, എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പോകുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ അതിന് ഒത്തുതീർപ്പ് വന്നിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുക. രോഗം മാറി, ഏത് വ്യാധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, അത് തീർന്നു. ഇനിയില്ല. ഇനി പറഞ്ഞാട്ടെ, ഇനി യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഉണ്ടാകുകയില്ല. ഈ പിശാച ഇനിയില്ല. ഇനി ഒരു പോരാട്ടവുമില്ല. ഒരു പിശാചിന് വരുവാൻ കഴിയില്ല. ഒരു അടിമത്വത്തിനും ഇനി സ്ഥാനമില്ല. ഗലാത്യർ 3:6 മുതൽ വാക്യങ്ങൾ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവനെ നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കാമോ? ഗലാത്യർ 3:9. അങ്ങനെ വിശ്വാസികൾ
വിശ്വാസി അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിച്ചു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം. Abraham's family. നിങ്ങൾ അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്തെല്ലാം അവൻ വിശ്വസിച്ചു അത് നിങ്ങൾ വിശ്വസിക്കേണ്ടതാകുന്നു. Came to Abraham. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അബ്രഹാമിന് വന്നത്, അത് നമുക്കും വന്ന് ചേർന്നിരിക്കുന്നു. ആമേൻ. 11th verse. 11-ാമത്തെ വാക്യം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. The just shall live by faith. Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. faith. How shall he live by? എങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്? How shall he live? എങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്? വിശ്വാസത്താൽ. On what? എന്തിന്മേലുള്ള വിശ്വാസമാണ്? Spoken word of God. അരുൾ ചെയ്ത വചനത്തിന്മേൽ, എഴുതപ്പെട്ട വചനത്തിന്മേൽ. ആമേൻ. ഹല്ലേലൂയ. Another verse says, മറ്റൊരു വചനം പറയുന്നത് 10:38 it says, എബ്രായർ 10:38 പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. then if he retreats. Can you read it? നമുക്ക് വായിക്കാമോ? എബ്രായർ 10:38. The just shall live by faith. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. പറഞ്ഞാട്ടെ, ഞാൻ പിന്മാറിപ്പോയാൽ, ഞാനത് വിശ്വസിക്കാതിരുന്നാൽ God doesn't. Please. ദൈവത്തിന് എൻ്റെ മേൽ പ്രസാദമുണ്ടാകുകയില്ല, എന്നോട് അവന് പ്രസാദമുണ്ടാകുകയില്ല. Anyone draws back from the faith. ഒരുവൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? ഹലോ, നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതത്തിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശാരീരികമായ അത്ഭുതമാണോ? ആത്മീയ അത്ഭുതമാണോ? ശാരീരികമായ അത്ഭുതമാണോ? Anything you believe. നിങ്ങൾ ഏത് വിവാഹത്തിലുള്ള അത്ഭുതമായിക്കൊള്ളെ, നിങ്ങൾ ഏത് വിശ്വസിച്ചോ അതിൽ നിന്ന് പിന്മാറരുത്. നിങ്ങൾ മുന്നോട്ട് ചലിച്ചു കൊണ്ടേയിരിക്കുക. പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. അതേ, ഞാൻ വിശ്വസിക്കുന്നു. Moses and all lakhs of Israelites were മോശയും എല്ലാ ലക്ഷക്കണക്കിന് ആളുകൾ ചെങ്കടൽ മുൻപേ നിൽക്കുമ്പോൾ നീ എന്താണ് കാണുന്നത്? ചെങ്കടലാണെന്ന് പറഞ്ഞു. നീ എന്നെ നോക്കാൻ പറഞ്ഞു, വടി നീട്ടുവാൻ പറഞ്ഞു. നിങ്ങളുടെ വടിയെ നീട്ടുക, നീ ചെങ്കടലെ വിഭാഗിക്കുക എന്ന് പറഞ്ഞു. ആ ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകും. നീ ചെങ്കടലെ വിഭാഗിക്കുക. യേശുവിൻ്റെ നസ്രേന, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ നമുക്കെതിരെ ഉള്ളത് വിഭജിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ശക്തി നാം തകർക്കുന്നു. ഞാൻ അധികാരത്തെ എടുക്കുന്നു. given the name of Jesus. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം നൽകപ്പെട്ടിട്ടുണ്ട്. Jesus is the യേശുവിൻ്റെ നാമം സകല നാമങ്ങൾക്ക് മേലായ നാമം. every knee. എല്ലാ മുട്ടും മടങ്ങും. Hallelujah. Before the name of യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പാകെ എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാമം പറയും, യേശു ക്രിസ്തു തന്നെ കർത്താവ്. എല്ലാ നാമം ഏറ്റു പറഞ്ഞ് മതിയാകൂ. I am blessed. ഞാൻ സൗഖ്യമായിരിക്കുന്നു, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ വിജയിയാകുന്നു, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, ഈ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയണം. നിങ്ങൾ പറയണം. Speak in tongues. ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കേണ്ട സമയമല്ല. ഈ പറയുന്ന വാക്കുകൾ, വചനങ്ങൾ ഏറ്റു പറയും. എന്തിനാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? Hallelujah. Just to break it through. നിങ്ങൾ അതിലൂടെ മുന്നേറുക. You must come out of your നിങ്ങളുടെ darkness of unbelief. അവിശ്വാസത്തിന് അന്ധകാരത്തിൽ നിങ്ങൾ പുറത്തു വരണം. ഇനി അവിശ്വാസത്തിന് സ്ഥാനമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെ മേലൊരു കോപം ഉണ്ടാകട്ടെ. ആരെങ്കിലും അവിശ്വാസത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് കോപം ഉണ്ടാകണം. നിങ്ങൾക്ക് കോപം ഉണ്ടാകണം. ആ വ്യക്തിയോടല്ല, ആ പറഞ്ഞ കാര്യത്തിനോട്. അങ്ങനെയല്ല. അവിശ്വാസത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ആത്മാവിനെതിരെ നിങ്ങൾ കോപം ഉണ്ടാക്കണം. പുറത്തു പോട്ടെ എന്ന് പറയണം. प्रभु मैं विश्वास करती हूँ, प्रभु मैं विश्वास करती हूँ, हर एक चीज़ वो संभव है. प्रभु मैं विश्वास करती हूँ. हाँ, मैं विश्वास करती हूँ. पवित्र पवित्र मैं विश्वास करती हूँ. हर चीज़ से वो संभव है. हाँ प्रभु मैं विश्वास करती हूँ. If your teacher says, നിങ്ങളുടെ good for nothing. നിങ്ങളെ പഠിപ്പിക്കുന്നവർ നിങ്ങൾക്ക് ഒന്നിനും കൊള്ളില്ല, നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ You can never hold a degree. നിങ്ങൾ അങ്ങനെ കേട്ടാൽ പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, I can succeed. ഞാൻ എന്തായാലും ജയിക്കും. The power of God. ദൈവത്തിൻ്റെ ശക്തിയാൽ അത് സംഭവിക്കും. എനിക്ക് ഡിഗ്രി ലഭിക്കും. ഒരു ഡിഗ്രി അല്ല, ഒരുപാട് ഡിഗ്രി എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. Speak against
അവിശ്വാസത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുക. അവൻ പ്രത്യാശയ്ക്ക് വിപരീതമായി God is അവൻ എന്ത് ചെയ്തു? അവൻ വിശ്വസിച്ചു. because faith pleases God. For instance, the book of Numbers, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകം there comes two persons. അവിടെ രണ്ട് Joshua and Caleb. വ്യക്തികൾ വരുന്നുണ്ട്, യോശുവയും കാലേബും. Every leader of the tribe, 10 people who said, hey, we went to Canaan. We saw it's a beautiful land. It's a big land. അവർ സ്ഥലം പോയി കണ്ടു. അവർക്ക് പറഞ്ഞ അവിടെ പോയി നോക്കിയിട്ട് പറയുന്നത് സകലം നല്ലതാണ് കണ്ടു, അത് വളരെ സമൃദ്ധമായി കിടക്കുന്നു കണ്ടു, അവിടെ പാലും തേനും ഒഴുകുന്നു എന്ന് പറഞ്ഞു. We saw blessings there. But അവർ there are Anakites. അവർ അനാക്യ മല്ലന്മാരായിരുന്നു, അവർ വലിയ രാക്ഷസന്മാരായിരുന്നു. We cannot go. നമുക്ക് അവരെ പോയി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. Giants. അവർ അനാക്യ മല്ലന്മാരാണ്, They may kill us. അവർ നമ്മളെ കൊന്നുകളയും. We are like grasshoppers in their നമ്മൾ അവരുടെ മുമ്പിൽ പച്ചത്തുള്ളന്മാരെ പോലെയാകുന്നു. But Joshua, എന്നാൽ യോശുവയും കാലേബും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, we can go quickly. നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം, നമുക്ക് പോയി ആ സ്ഥലത്തെ കൈവശമാക്കാം, നമുക്ക് ജയിക്കാൻ കഴിയും, നമുക്ക് പാപത്തെ മറികടക്കാൻ കഴിയും, നമുക്ക് ആ സ്ഥലത്തെ ജയിക്കാൻ കഴിയും. ഹലോ, Speak faith. Then God വിശ്വാസത്തെ പറയുക. അതിനുശേഷം പറയും, spoke negatively. They will not step into the place where they went. അവർ കണ്ട സ്ഥലം, അവർ നോക്കി ആ ഫലം കണ്ടവർ അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞവർ ആരും അതിലേക്ക് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. പരാതിപ്പെട്ട് പെറുപെറുത്തവരാരും ആ അനുഗ്രഹം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ സന്തതിയും പോകുകയില്ല എന്ന് പറഞ്ഞു. Joshua, യോശുവയും കാലേബും മാത്രം a different ഒരു വ്യത്യസ്തമായ ആത്മാവുണ്ടായിരുന്നവനായിരുന്നു കാലേബ്. വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നവൻ. നിങ്ങൾക്കതുപോലെ വിശ്വാസത്തിൻ്റെ ആത്മാവല്ലേ? നിങ്ങളുടെ ആത്മാവിശ്വാസത്തിൻ്റെ ആത്മാവല്ലേ? നിങ്ങളുടെ വിശ്വാസം പിറുപിറുക്കുന്ന ആത്മാവല്ല, അത് ഒരിക്കലും പരാതിപ്പെടുന്ന ആത്മാവല്ല, അത് കുറവ് കണ്ടെത്തുന്ന ഒരു ആത്മാവല്ല, അത് എപ്പോഴും മോശമായി സംസാരിക്കുന്ന ഒരു ആത്മാവല്ല. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു, വിശ്വാസത്തിൻ്റെ ആത്മാവ്. That's why Paul said, അതുകൊണ്ട് പൗലോസ് 2 തിമോത്തിയോസിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 13 പറയുന്നത്, നാം വിശ്വാസത്താൽ പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്. ആരെങ്കിലും ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്. you are a spirit person. That means you have the senses നിങ്ങളൊരു ആത്മമനുഷ്യനാകുന്നതിൻ്റെ അർത്ഥം as the physical body has. ശരീരത്തിന് ഇന്ദ്രിയങ്ങളുള്ള പോലെ, പഞ്ചേന്ദ്രിയങ്ങളുള്ളതുപോലെ നിങ്ങളുടെ ആത്മമനുഷ്യനുമുണ്ട്. ആത്മീയ ശരീരത്തിനും More than 5. 5 അതിൽ കൂടുതൽ ഇന്ദ്രിയങ്ങളുണ്ട്. You can see, നിങ്ങൾക്ക് കാണാൻ കഴിയും, you can smell. നിങ്ങൾക്ക് വാസനിക്കാൻ കഴിയും. See, നോക്കുക, when you are in the spirit, നിങ്ങൾ ആത്മാവിലായിരിക്കുമ്പോൾ you can move into a place and smell. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തുള്ള സാന്നിധ്യം എങ്ങനെയെന്ന് വാസനിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് പരിശുദ്ധാത്മാവിൻ്റെ ആണോ, ദുഷ്ടൻ്റെ ആണോ, മനുഷ്യൻ്റെ ആണോ, ഭൂതങ്ങളുടെ ആണോ എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. What kind of people they are. അവർ ഏത് തരത്തിലുള്ള ആളുകളാണ് നിങ്ങൾ കണ്ടെത്താൻ കഴിയും. ആമേൻ. If there is a fight in the house, വീട്ടിൽ ഒരു വഴക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ചെന്നാൽ അവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു ആത്മാവിനെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയും. പിറുപിറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതിന് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. ഇനിയോ for that spirit, ആ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആത്മാവിന് ഒരു സ്ഥാനം കൊടുക്കരുത്. നിങ്ങളുടെ റൂമിലും അതിന് കൊടുക്കരുത്. പിശാചിന് നിങ്ങൾ സ്ഥാനം കൊടുക്കരുത്. എഫെസ്യർ 4:27 പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്. എല്ലാവരും പറഞ്ഞാട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കണം, പിശാചിന് ഇടമില്ല. ഈ റൂമിനകത്ത് പിശാചിന് ഇടമില്ല. നിങ്ങളുടെ റൂമിൽ എഴുതി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. so Joshua and Caleb, യോശുവയും കാലേബ് അവർ വിശ്വാസത്തെ സംസാരിച്ചു. they inherited. അവർ അവകാശമാക്കി. നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയും. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. You are all looking so fresh. I want to take for many of you. നിങ്ങളെല്ലാവരും ഉന്മേഷത്തോടെ ഇരിക്കുന്ന ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളോട് സംസാരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അടുക്കലേക്ക് വരാം. Romans 4. റോമർ 4:19 വാക്യം. And not being weak in faith, Not being weak in faith.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജ്ജീവത്വം ഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. Faith is victory. പറഞ്ഞാട്ടെ, വിശ്വാസം ജയമാകുന്നു. അതെവിടെയാണുള്ളത്? 1 യോഹന്നാൻ 5:3, 4, 5 5 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5:3, 4, 5 വാക്യങ്ങൾ. വിശ്വാസമേ ജയം. Faith is victory. വിശ്വാസമേ ജയം. Faith is not weak. വിശ്വാസം ക്ഷീണിക്കുന്നില്ല, വിശ്വാസം ബലമുള്ളതാകുന്നു. ശരി, അബ്രഹാം എന്നെ ശ്രദ്ധിച്ചാട്ടെ, അബ്രഹാം In faith, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. did not consider his അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട. അടുത്തുള്ളവർ നോക്കി പറഞ്ഞാട്ടെ, നാം micro problem. ചെറിയ ഒരു പ്രശ്നത്തെ നമ്മൾ വലിയ ഒരു സംഭവമാക്കി മാറ്റും. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ചെറിയ പ്രശ്നത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഉറുമ്പിനെ നോക്കിയിട്ട് അതിനെ വലുതാക്കിയ ഒരു ആനയെ പോലെ കാണും. ഓ, നിങ്ങളൊരു ഉറുമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ചിലർ പറയും, അയ്യോ ഞാനൊരു ഉറുമ്പിനെ കണ്ടു. See, നോക്കുക, was not cooperating. ശരീരം Abraham saw ക്ഷീണിച്ചിരുന്നു. അബ്രഹാം കണ്ടു, ശരീരമേ നീ തയ്യാറായിക്കോ, Sarah body. സാറായുടെ ശരീരമേ തയ്യാറാക്കിക്കോ, നിന്നിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക. But he did not consider. എന്നാൽ Read it, please. he did not consider his own body already dead. Somebody say, already dead. പറഞ്ഞാട്ടെ, അവൻ്റെ ശരീരം നിർജീവമായി പോയതും അവൻ കണക്കാക്കിയില്ല. പറഞ്ഞാട്ടെ, ഒരു പ്രത്യാശയുമില്ല, എല്ലാം ചത്തുകിടക്കുകയാണ്. എന്നാൽ അവൻ വിശ്വസിക്കുക, He did not consider, hey, it's going to അത് തീർച്ചയായിട്ടും ജീവൻ പ്രാപിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. I will rise up again. ഞാൻ വീണ്ടും എഴുന്നേൽക്കും, I will rise again. ഞാൻ വീണ്ടും എഴുതും, I will succeed. ഞാൻ വീണ്ടും ജയിക്കും. Amen. ആമേൻ. Tell yourself, hey, I will നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാൻ എഴുന്നേൽക്കും, ഞാൻ മടങ്ങി വരും. പിശാചേ, Do you think I'm finished? ഞാൻ തീർന്നു എന്ന് നീ വിചാരിച്ചോ? I'm coming. ഞാൻ വരുന്നു, Be ready. നീ തയ്യാറായിക്കോ. ഞാൻ മടങ്ങി വരുന്നു. Only by ഞാൻ സ്വർഗീയ ഗുണങ്ങളോടുകൂടെ അസാധാരണ ബലത്തോടുകൂടെ ഞാൻ വരുന്നു. ഓ നിങ്ങൾ സാഹചര്യത്തെ നോക്കണ്ട. അയ്യോ എനിക്ക് വിവാഹം കഴിയുന്നില്ലേ, എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ ആരും അതേന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവർ നിങ്ങൾ അതേ ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പോയിക്കോ, എനിക്കൊരു മനുഷ്യനുണ്ട്, God will bring it. ദൈവം അവനെ കൊണ്ടുവരും. ഹലോ, Amen. ആമേൻ. But if God is willing to give us somebody, say, don't say, no man. Then no man. I can ദൈവം തരുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തവരോടെല്ലാം പോകാൻ പറയുക. say somebody. Then finally, no man. Father, help them in Jesus' name again. Say, I will come back. പറഞ്ഞാട്ടെ, ഞാൻ മടങ്ങി വരുന്നു. Jesus said, യേശു പറഞ്ഞു, I'm going to die. ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. The O വെച്ച് എന്നാ പണത്ത് എന്ന് കേട്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഊന്ന് പറയാതെ കുറച്ചൊന്ന് ഉറക്കെ പറയുമോ? should not be a dead O. It's a അതൊന്ന് ചത്ത ഓ ആകരുത്, നല്ല ജീവനുള്ള ഓ പറഞ്ഞാട്ടെ. ഓ, യേശു പറഞ്ഞു, ഞാൻ മരിക്കും, I'll be buried. ഞാൻ അടക്കപ്പെടും, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. You also say, നിങ്ങളും പറഞ്ഞാട്ടെ, which is dead now. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഇതെന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, സകലതും ഇപ്പോൾ മടങ്ങി വരുന്നു, എന്നിലേക്ക് മടങ്ങി വരുന്നു, വീണ്ടും വരുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Since he was about 100 years old, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ, എത്ര വയസ്സാ? 100 വയസ്സ്. ഇവിടെ ആരെങ്കിലും 100 വയസ്സുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? 100 ആരും ഇല്ലേ? 200 വയസ്സ്? അല്ലല്ലേ. തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. എത്ര വർഷമെന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ അടുത്തുള്ള ചോദിച്ചു നോക്കട്ടെ, എത്ര വയസ്സാന്ന് ചോദിച്ചോട്ടെ. എത്ര വയസ്സായാലും പ്രശ്നമില്ലെന്ന് പറ. ദൈവം നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കും. നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. നിങ്ങൾ ഇനി ഒരുപാട് വർഷങ്ങൾ ദൈവം തരും. Somebody say, wave. അവൻ ആടിക്കുലഞ്ഞില്ല. നിങ്ങളിങ്ങനെ തിരമാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആടി ഉലയുന്ന തിരമാല. അതെങ്ങനെയാണ് വരുന്നത്?
ഇങ്ങനെ പൊന്തിയും താന്നും. തിരമാല നേരെയാണ് വരിക? ഇല്ല, അത് പൊങ്ങിയും താണല്ലേ വരിക. ഒരു ദിവസം I'm happy. ഞാൻ സന്തോഷവാൻ, Next day, അടുത്ത ദിവസം ഞാൻ ദുഃഖിതൻ. അങ്ങനെയാകരുത്. very happy. ഞാൻ അധികം സന്തോഷത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. One day we believe, yes Lord, you are going to do ഓ it. കർത്താവ് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അയ്യോ കർത്താവ് ഇത് നീ ചെയ്യോ? He was not wavering. അവൻ ആടി ഉലഞ്ഞില്ല. He wavered to and fro. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ്. ദൈവം വിശ്വസിക്കുന്നു. അതെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് രണ്ടാമത് ചോദിച്ചപ്പോൾ സാറേ നിങ്ങൾക്കറിയാം എനിക്കറിയില്ല എന്ന് പറയും. നിങ്ങൾ Till the end you believe. നിങ്ങൾ വിശ്വസിക്കുന്നത് അവസാനം വരെ വിശ്വസിക്കുക. പറഞ്ഞാട്ടെ അതെ ഞാൻ വിശ്വസിക്കുന്നു. റബശകഠറബലം. Jesus, when he was going to the way to Jairus' home, യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നിടയ്ക്ക് യേശുവിൻ്റെ കാതിലേക്ക് ഒരു വാർത്ത വന്നു. പാസ്റ്റർ യായിറോസ് എവിടെയാ? യേശുവിൻ്റെ കാലത്ത് യെരുശലേമിലുണ്ട മർക്കോസ് 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ 34 മുതൽ വായിക്കുക. then that man came. ഒരു മനുഷ്യൻ വന്നു. യേശു പോയി ഒരു 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 സൗഖ്യമാക്കാൻ വേണ്ടി പോകുന്ന വഴിക്കായിരുന്നു. അപ്പോൾ യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ ഒരു ദാസൻ വന്ന് പറഞ്ഞു. ഉടനെ ഒരു തെറ്റായ വാർത്ത വന്നു കഴിഞ്ഞാൽ കാട്ടുതീ പോലെ അത് പടരും. നല്ല വാർത്ത മാത്രം പതുക്കെ പോവുകയുള്ളൂ. And Jesus said, hey, യേശു പറഞ്ഞു, ഏയ് ആരാ പറഞ്ഞത്? no, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൾ ഉറങ്ങുക എത്രേ. I'm here. ഞാനിവിടെയുണ്ട്. എന്തിനെ ഭയപ്പെടുന്നത്? നിങ്ങൾ വിശ്വസിക്കുക. Everyone say, Jesus is here. എല്ലാവരും പറഞ്ഞു യേശു ഇവിടെയുണ്ട്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? നിങ്ങൾ വിശ്വസിക്കുക. Jesus went there. യേശു അവിടെ പോയി. Jesus went inside and said, യേശു അകത്ത് പോയിട്ട് പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, അവരെ യേശുവിനെ നിന്ദിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്താ പറയുന്നത്? അവനൊന്നും അറിയില്ല, അവൾ എപ്പോഴോ മരിച്ചതാണ്. ഇവൻ വന്നിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് പുതിയ വാർത്തയാണ്. എന്താണ് ഉറങ്ങുക? അവരെല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവർ കളിയാക്കി ചിരിച്ചു. യേശു പറഞ്ഞു, ശരി നിങ്ങളെല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞു. എല്ലാ വിശ്വാസികളും പുറത്തു പോകാൻ പറഞ്ഞു. everyone say, every എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാ വിശ്വാസവും എന്നിൽ നിന്ന് പുറത്തു പോകട്ടെ. പുറത്തു പോ. say, every unbelief എല്ലാവരും പറഞ്ഞിട്ട് എല്ലാ വിശ്വാസം എന്നിൽ നിന്ന് പുറത്തു പോകട്ടെ. tell you to go out. You don't get out. Unbelief get out. നിങ്ങൾ പുറത്തു പോകണ്ട, നിങ്ങളിൽ അവിശ്വാസം പുറത്തു പോയാൽ മതി. ഭയം പുറത്തു പോകട്ടെ. യേശു പറഞ്ഞു, Tali takumi, come on. തലി താഖുമി, Tali takumi. തലി താഖുമി, എഴുന്നേറ്റ് വരിക. You don't do that. നിങ്ങൾക്കറിയില്ല അത്? Little child, rise up. ബാലെ എഴുന്നേൽക്ക. Give her some biryani. അവൾക്ക് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു. അത് ബൈബിളിലില്ല. Give her some food. അവൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. Somebody thinks, oh my God, I want biryani. അപ്പോൾ ചിലർ ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ. വിശ്വസിക്കുക, നിങ്ങൾ പറയുക, നിങ്ങൾക്കത് ലഭിക്കും. ഹല്ലേലൂയ. Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ. BSS ബിലീവ്, വിശ്വസിക്കുക. സേ പറയുക. സി കാണുക. നിങ്ങളത് ഭക്ഷിക്കുക, നിങ്ങളത് ആനന്ദിക്കുക. ഹല്ലേലൂയ. you know BSC, I say BSE. Hallelujah. ഹല്ലേലൂയ. Then, അതിനുശേഷം 20th verse, 20. 4:20 വാക്യം. promise of God through unbelief. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ, അടുത്തുള്ളവരെ നോക്കി പറഞ്ഞാട്ട്, ഒരിക്കലും വിശ്വാസത്തിൽ നിങ്ങൾ God says, അവിശ്വസിക്കരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങൾ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്ത് അവൻ വാഗ്ദത്തം ചെയ്തതും പ്രവർത്തിപ്പാനും ശക്തനുമെന്ന് പൂർണ്ണമായി ഉറച്ചു. നിങ്ങൾ വിശ്വാസത്തിൽ അത്രയധികം ബലമുള്ളവരായിരിക്കും. എങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ട്, അതേ കർത്താവേ അങ്ങ് ചെയ്തതിനാൽ സ്തോത്രമെന്ന് പറയുക. when you give glory, നിങ്ങൾ മുന്നമേ നിങ്ങൾ ആ മഹത്വം കൊടുത്താൽ, give advance. നിങ്ങൾ മഹത്വം മുന്നമേ അവന് കരയേറ്റുക. What will happen? എന്താ സംഭവിക്കുന്നത്? ഈ സഹോദരി, ഈ മകൾ ഇതുവരെ സംഭവിക്കാത്തതിന് ഓർത്ത് തന്നെ നന്ദി പറയും. അതുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് ദൈവം പറയും. ആമേൻ. അടുത്ത വചനം. Fully convinced that what he അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, അവന് പൂർണ്ണമായൊരു ഉറപ്പുണ്ടായിരുന്നു. എന്താണ്? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ.
ഇതുവരെ വിവാഹം കഴിക്കാത്തവരൊന്ന് കരങ്ങളെ ഉയർത്തിയാട്ടെ. ശരി, കരങ്ങൾ താഴെടാം. Not say what God promised. ദൈവം വാഗ്ദത്തം ചെയ്തത് എനിക്ക് തരും, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ആ വ്യക്തിയെ തരും എന്ന് പറഞ്ഞൊരു വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, അവൻ തിരഞ്ഞെടുത്തതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കൈകളും ഇപ്പോൾ ഉയരുന്നില്ല. You should not pray, Lord, I already കർത്താവെ ആ മനുഷ്യൻ എൻ്റെ മനസ്സിലുണ്ട്, അവനെ അങ്ങ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം നിർത്തുക. ആമേൻ. പാസ്റ്ററെ ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ പരിശുദ്ധാത്മ പാഠശാലയ്ക്ക് ശേഷം ശക്തിയായിട്ട് ഞാൻ പോയി അവനെ കല്യാണം കഴിക്കാനിരിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും വേണ്ട. ദൈവം തീരുമാനിക്കുന്നത് മാത്രം. ശബ്ദമൊന്നും വരുന്നില്ല, ശബ്ദമൊക്കെ താഴേക്ക് പോയി. what you choose. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാകണമെന്നില്ല, അവൻ ഉറപ്പിക്കുന്നതായിരിക്കും പൂർണ്ണതയുള്ളത്. Amen. ആമേൻ. Not waver. അവൻ He did not consider. He did അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, അവൻ ആടിയുലഞ്ഞില്ല, അവൻ അവിശ്വസിച്ചില്ല, അവൻ ഉറപ്പുള്ളവനായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തത് ചെയ്യുവാൻ ശക്തൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തായിരുന്നു? ഞാൻ നിന്നെ ബഹുജാതിയാക്കും, ബഹുജാതികളെ പിതാവാക്കും. അതൊരു വാഗ്ദത്തമായിരുന്നില്ലേ? വേദപുസ്തകത്തിൽ 3000-ലധികം വാഗ്ദത്തങ്ങളുണ്ട്. ഓരോ വാഗ്ദത്തങ്ങളെയും നാം എടുക്കണം. I will bless you. This is a promise. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇതൊരു വാഗ്ദത്തമാണ്. ആമേൻ. You will be the head. നീ തലയായിരിക്കും, വാലായിരിക്കില്ല. ഇതൊരു വാഗ്ദത്തമാണ്. I bless your bread and water. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, നിന്റെ രോഗത്തെ എടുത്തു കളയും. And 26 you can read. പുറപ്പാട് പുസ്തകം 23, 25, 26 വാക്യങ്ങൾ. ഞാൻ നിന്റെ നാളുകളെ പൂർത്തീകരിക്കും, ഞാൻ നിനക്ക് ദീർഘായുസ് നൽകും. Egyptians will come to you. മിസ്രൈമിലുള്ള ഒരു രോഗം നിന്നെ ബാധിക്കുകയില്ല. ഞാൻ നിന്റെ യഹോവ റാഫയാണ്. ഈ വാഗ്ദത്തത്തെ നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റുപറയുക, നിങ്ങളത് എടുക്കുക. ഹല്ലേലൂയ. Even 128 you can read. Psalm. സങ്കീർത്തനം 128. നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളത് എടുത്ത് ദൈവം നിങ്ങൾക്ക് കൃത്യമായ പങ്കാളിയെ നൽകുവാനിടയാക്കട്ടെ. എൻ്റെ ഭവനം അങ്ങനെ ആയിത്തീരും. നിങ്ങൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. അപ്പോൾ Giving glory to God. അവൻ ദൈവത്തിൻ്റെ മഹത്വം കരട്ടി പൂർണ്ണമായി ഉറച്ചു. You'll be strong in നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുക. those scriptures. ആ തിരുവഴുത്തുകൾ നമുക്ക് വേഗത്തിൽ പോകാം. It was accounted to him for righteousness. അത് അവന് നീതിയായി കണക്കിട്ടു. It became righteousness for him. അതുകൊണ്ട് അവനത് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടി ആകുന്നു. For us, it shall be imputed to നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. For everyone who believes Jesus Christ. അബ്രഹാമിന് മാത്രമല്ല, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം അബ്രഹാമിൻ്റെ എല്ലാ അനുഗ്രഹവും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരിലേക്ക് വന്നു ചേരും. ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരാണ്? You are a daughter of God. നിങ്ങളൊരു ദൈവപുത്രിയാണോ? Daughter of Abraham. നിങ്ങൾ അബ്രഹാമിൻ്റെ പുത്രിയാണോ? So all blessings of Abraham belong to you. അപ്പോൾ അബ്രഹാമിനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുള്ളതാകുന്നു. ആമേൻ. അബ്രഹാം ചോദിച്ചു, Rich in silver ഐശ്വര്യം വെള്ളിയിലും and cattle. പൊന്നിലും കന്നുകാലികളിലും ഉള്ള എല്ലാ സമ്പത്തും. ഇപ്പം എല്ലാവരും ചിരിക്കുന്നു, ഓ എനിക്ക് വെള്ളി വേണം, പൊന്ന് വേണം. ശരി തന്നെ, കുഴപ്പമില്ല. When I got saved, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞങ്ങൾ സ്വർണം ഉണ്ടാകരുതെന്ന് ചിന്തിച്ചത്, ഞങ്ങളുടെ പണം ഉണ്ടാകരുതെന്ന് ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ desperately need money. ഈ പണം നമുക്ക് അധികമായി ആവശ്യമായിരിക്കുന്നു. പണമില്ലാതെ നിങ്ങൾക്കിവിടെ വരാൻ കഴിയുമോ? വിശ്വാസത്തിൽ ഞാൻ വന്നു പാസ്റ്റർ എന്ന് പറയാൻ നടക്കുമോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ഞാൻ വിശ്വാസത്തിൽ ടിക്കറ്റ് ചോദിച്ച് പൈസ കൊടുക്കാതെ ടിക്കറ്റ് കിട്ടിയല്ലോ അല്ലേ? കിട്ടും. ഹലോ, You go to a hotel. നിങ്ങളൊരു വിശ്വാസത്തിലൊരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്ത് മാവരയ്ക്കാൻ അകത്ത് പോയിട്ട് വിശ്വാസത്തിൽ ഇരിക്കേണ്ടി വരും. We need money. Hallelujah. നമുക്ക് പണം ആവശ്യത്തിന് വേണം. Say we need money. അടുത്തുള്ളൊരു തട്ടിയിട്ട് പറഞ്ഞാട്ടെ, നമുക്ക് പണം ആവശ്യമാണ്. ബറാക്കയ്ക്ക് പണം ആവശ്യമാണ്. Everybody needs money. എല്ലാവർക്കും പണം ആവശ്യമാണ്. Faith brings money. വിശ്വാസം പണത്തെ കൊണ്ടുവരും. Faith gives money. വിശ്വാസം പണം നൽകുന്നു. You
must be a faith giver. നിങ്ങൾ വിശ്വാസത്താൽ നൽകുന്നവരായിരിക്കണം. നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്കത് In multifold. നിങ്ങൾക്ക് ഇരട്ടിയായി നൽകപ്പെടും. ആമേൻ, Amen. ആമേൻ, Hallelujah. ആമേൻ, ഹല്ലേലൂയ. But it should not be. Okay, right. Listen to me. എന്നെ ശ്രദ്ധിക്കുക. Faith വിശ്വാസം receives, അത് ചിലത് പ്രാപിക്കുന്നു, അത് ചിലത് വിശ്വസിക്കുന്നു, അത് സംസാരിക്കുന്നു, അത് നിലനിൽക്കുന്നു, അതൊരിക്കലും ഇളകുന്നില്ല, അതൊന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. what the doctor says. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, ഡോക്ടർ ചിലപ്പോൾ സത്യമായിരിക്കും പറയുന്നത്, എന്നാൽ വിശ്വാസം അതൊന്നും കണക്കാക്കുന്നില്ല. വിശ്വാസം ആ ഡോക്ടർ പറയുന്ന സത്യത്തിലല്ല, അവൻ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുന്നു. നീ മരിക്കാതെ ജീവനോടൊരു ദൈവ വചനത്തെ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. ഒരു ബാലൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലൻ, ഞാനിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, അവനെ CMC ഹോസ്പിറ്റലിൽ അവനെ പ്രവേശിപ്പിച്ചു. അവന് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ടെസ്റ്റുകളും നടത്തി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം നടത്തി. അവർക്കൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തിരുവെഴുത്ത് നൽകി, ഞാൻ മരിക്കാതെ ജീവനോട് ദൈവ വചനത്തെ പ്രസ്താവിക്കും, ഇത് നിന്നോട് സംഭവിക്കും, അവൻ മരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഡിസ്ചാർജായി. അതിനുശേഷം അവർ ഒരു വീട്ടിലേക്ക് കടന്നുപോയി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ദുബായിൽ ചെന്നപ്പോൾ ആ സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൻ എവിടെയെന്ന് ചോദിച്ചു. അവൻ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ഈ പറയുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ മിണ്ടായിരിക്കുക നല്ലത്. യേശുവിന് വേണ്ട വളരെ ഉഷാറും ഉന്മേഷമുള്ളവരെയാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോയിക്കൊള്ളാൻ പറയും. ഹല്ലേലൂയ. എനിക്ക് ഈ വശത്തു നിന്നുള്ള ഹാലേലി ഭയങ്കര ഇഷ്ടം. പുറകിലുള്ളൊരു ഹാലേലി ഉറക്കെ പറഞ്ഞാട്ടെ, എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ വചനം വിശ്വസിക്കുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം സംസാരിക്കുന്നു, വചനം പ്രാപിക്കുക, അത് സംസാരിക്കും. പറഞ്ഞാട്ടെ, നിങ്ങളിങ്ങനെ ഇളകി ആടി ഒലയരുത്, നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. സാമ്പത്തിക നിലയെ ഓർത്ത് നിങ്ങളിപ്പോൾ വിചാരപ്പെടേണ്ട. നിങ്ങൾ ക്രിസ്തുവിൽ ഐശ്വര്യമുള്ളവരായിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, അത് നിങ്ങൾ പ്രാപിച്ചിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമോ അവൻ്റെ ധനത്തിനൊത്തവണ്ണം സകലതും എനിക്ക് നൽകി തരും. ആമേൻ. അവൻ കാനറ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, ICICI ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആക്സിസ് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, സ്വർഗീയ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ എനിക്ക് നൽകും. അവൻ്റെ ധനത്തിനൊത്തവണ്ണം, അവൻ്റെ അളവിനനുസരിച്ച് അവൻ്റെ ഐശ്വര്യത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ എനിക്ക് നൽകി തരും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം, നിങ്ങൾക്ക് ആ രക്ഷയുടെ ടിക്കറ്റിനകത്ത് സകലതുമുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കഥ ഞാൻ പറയട്ടെ. എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന എല്ലാം ദൈവം നയിക്കുന്നതനുസരിച്ചാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ദോഹയിലേക്ക് ഫ്ലൈറ്റിൽ പോയി. അവിടെ പ്രസംഗിക്കാൻ വിളിച്ചതായിരുന്നു. ഫ്ലൈറ്റിലിരുന്ന് നിങ്ങളുടെ ബെൽറ്റെല്ലാം കെട്ടാൻ പറഞ്ഞു. നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. എയർ ഹോസ്റ്റസ് വന്നു. സാർ, ജ്യൂസ് വേണമോ അല്ലെങ്കിൽ ചായ വേണമോ കാപ്പി വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. കുറച്ചതിന് ശേഷം വീണ്ടും എയർ ഹോസ്റ്റസ് വന്നിട്ട്, സാർ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നതാണോ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു. ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എത്തിച്ചേരേണ്ട സമയമായി. അങ്ങനെ ഫ്ലൈറ്റ് എത്തിച്ചേർന്നു. തന്നെ ക്ഷണിച്ച വ്യക്തി തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഹലോ, ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരമായ ഫ്ലൈറ്റായിരുന്നു പറഞ്ഞു. നിങ്ങളെല്ലാം ആസ്വദിച്ചു എന്ന്. നിങ്ങൾ ജ്യൂസ് കുടിച്ചോ, നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു.
ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എല്ലാത്തിനും പണം കൊടുക്കണമെന്ന് ചിന്തിച്ചു, അതുകൊണ്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ടിക്കറ്റ് കൊടുത്തപ്പോൾ ആ ടിക്കറ്റിനകത്ത് നിങ്ങളുടെ ജ്യൂസിന് വേണ്ടതോ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടതെല്ലാം അതിനകത്തുണ്ടായിരുന്നു, നിങ്ങൾ എന്താ കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചു. ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കേക്ക്. നിങ്ങളുടെ വിശപ്പ് ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് ഓരോന്നായിട്ട് പറയുന്നത്. അതെല്ലാം നിങ്ങൾ ആസ്വദിക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു. സാറേ, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിതൊന്നും കഴിച്ചില്ലേ. മനുഷ്യ, You are already paid. I paid you. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ അടച്ചിട്ടുണ്ട് എന്ന് ദൈവം പറയുന്നു. എന്നോട് ക്ഷമിക്കണം. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു, താൻ ഫ്ലൈറ്റിലേക്ക് തിരിച്ചു വന്നു. താൻ ഫ്ലൈറ്റിൽ കയറി, സാർ ജ്യൂസ് വേണമെന്ന്, ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു വരുന്നപ്പോൾ. അങ്ങനെ താൻ കുടിച്ചു. താൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? എനിക്ക് രണ്ടും വേണം, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മുന്നേ കഴിക്കാതിരുന്ന എല്ലാം കൂടെ ചേർത്ത് കഴിക്കണ്ടേ? അറിവില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയി. നാം അത് ഉപയോഗിച്ചില്ല. In the name of Nehemiah, there is the big room allotted, all blessings. In the same way for you. ഒരു റൂമിനകത്ത് നിങ്ങൾക്ക് എല്ലാ സജ്ജീകരണത്തോടു കൂടി റൂം നൽകിയാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഇതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: സ്വർഗത്തിൽ ഇതുവരെ വാങ്ങിക്കാത്ത, ചോദിക്കാത്ത ഒരുപാട് സ്വത്തുക്കൾ ഇനിയും കിടക്കുന്നു. താൻ തൻ്റെ ദർശനത്തിൽ കണ്ടതാണ്. എന്താണ് ചോദിച്ചു? ഇതെല്ലാം ഇതുവരെ ചോദിക്കാത്ത ഒരുപാട് സ്വത്തുക്കൾ അവിടെ കിടക്കുന്നുണ്ട്. സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഇനിയും കിടക്കുന്നുണ്ട്. പുതിയ ഹൃദയങ്ങൾ, പുതിയ കിഡ്നികൾ, ഇതെല്ലാം സ്വർഗത്തിൽ കിടപ്പെടുന്നത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വന്നു ചേരും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് അത്ഭുതമുണ്ടായിരിക്കും. സ്വർഗം അത്ഭുതത്തിൻ്റെ സ്ഥലമാകുന്നു, അത്ഭുതം നിറഞ്ഞ സ്ഥലമാകുന്നു. നിങ്ങളൊരു ഇപ്പോൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും കഴിക്കും. നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. നിങ്ങളുടെ സൗഖ്യത്തെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വാങ്ങിച്ചെടുത്താട്ടെ. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ കുമിഞ്ഞ് കിടക്കുന്നു. എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ഹറബ ലാബ ഷാൻ ഠറബ. എല്ലാവരും ഹറബ ഹൽബലാൻ ഠറബ ഹരീബ ഹഷ്ക ഠറ ലബഡ റബശകടരഗദല. നിങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ സംസാരിക്കണം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവന് ഒരു കുഞ്ഞിനെ നൽകി. അവൻ്റെ പേര് ഇസഹാക്ക് എന്നായിരുന്നു. എപ്പോഴും ചിരിക്കുന്നവൻ അബ്രഹാം, സാറ, ഇസഹാക്ക്. അവർക്ക് ചിരിക്കാതെ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇസഹാക്ക് വന്നാൽ ചിരി വരും. യേശു വന്നാൽ അത്ഭുതം വരും. യേശു എൻ്റെ ഉള്ളിലുണ്ട്, അത്ഭുതം എൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു ദിവസം അബ്രഹാമേ, നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. നിൻ്റെ മകനെ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. എന്തിനാ അവനെനിക്ക് കുഞ്ഞിനെ നൽകിയത്? നീ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പറഞ്ഞു അതേ എന്ന് പോകാൻ പറഞ്ഞു. അവൻ തൻ്റെ മകനെ കൂട്ടി പോകുന്ന വഴിയിൽ വെച്ച് മകൻ ചോദിച്ചു, അപ്പാ, ഇവിടെ തീയുണ്ട്, യാഗപീഠത്തിനുള്ള വിറകുണ്ട്, എന്നാൽ അറുപ്പാനുള്ള ആടെവിടെ? അത്ഭുതം സംഭവിക്കുന്നതിന് മുന്നമേ അവൻ പറഞ്ഞു, യഹോവ ഈരേ. അത്ഭുതത്തിന് മുന്നമേ അബ്രഹാം പറഞ്ഞു, യഹോവ ഈരേ, എൻ്റെ മകനെ ദൈവം തനിക്ക് തന്നെ വേണ്ടുന്നത് കരുതിക്കൊള്ളും. യാഗത്തിന് വേണ്ടുന്ന കുഞ്ഞാടിനെ ദൈവം കരുതിക്കൊള്ളും. ഇസ്ഹാക്കിനെ കായും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി അവനെ അറുക്കാൻ വേണ്ടി കത്തി ഉയർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. അവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒരു കൊമ്പ് കുടുങ്ങിക്കിടക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ കണ്ടു. അതിനെ എടുത്ത്
അതിന് യാഗമർപ്പിച്ച് ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 22:8-14 വാക്യം വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതപ്പെടും. യഹോവ റാഫ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം ആസ്വദിക്കാൻ കഴിയും. ആമേൻ. Where is Jehovah Rapha? യഹോവ റാഫ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ ഉള്ളിൽ വേദപുസ്തകത്തിൽ എവിടെയാ യഹോവ റാഫ? Exodus 15:26. പുറപ്പാട് പുസ്തകം 15:26. യഹോവ റാഫ, പുറപ്പാട് 15:26. You should not say, yes, Bible is inside. Of course. ബൈബിൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. തീർച്ചയായിട്ടും ഉണ്ട്, എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. Miracle do you need? നിങ്ങൾക്ക് ഏത് അത്ഭുതമാണ് വേണ്ടത്? സൗഖ്യമാണോ? യഹോവ റാഫ എന്ന് പറയുക. നിങ്ങളത് ചിന്തിച്ച് നിങ്ങൾ യഹോവ റാഫ എന്ന് പറയുക. നിങ്ങൾക്ക് Money or something. എന്തെങ്കിലും പണമോ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ യഹോവ ഇരേ എന്ന് പറയുക. യഹോവ ഇരേ നിങ്ങൾ പറയുക. ദൈവം അതിന് വേണ്ടത് കരുതിക്കൊള്ളും. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. Now, Proverbs chapter 4, verse 20. സദൃശവാക്യം 4:21 വരാം. മകനെ, എൻ്റെ വചനങ്ങൾ ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. Spring the issues of life. Hallelujah. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. Everyone say the word. നിന്റെ ഹൃദയത്തിന് നടുവിൽ അവയെ സൂക്ഷിച്ചു Word. Written word. അതിൻ്റെ 23 വാക്യം. ഹല്ലേലൂയ. Taking the word, നിങ്ങൾ ആ വചനത്തെ എടുക്കുക, placing it in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കാത്തുകൊള്ളുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉദ്ഭവം അതിൽ നിന്നുളവാകുന്നത്. നിങ്ങളുടെ ആത്മീക മനസ്സിനകത്ത്, നിങ്ങളുടെ ശാരീരിക മനസ്സിലും അത് ഉണ്ടാകണം. നിങ്ങളുടെ ആ വചനത്തെ എടുത്ത് ആ വചനത്തോട് ചേർന്ന് അതിനകത്ത് ആ ദൈവവചനത്തോട് ഇഴകിച്ചേരുക. നിങ്ങളുടെ വചനത്തെ ധ്യാനിക്കുക. ഹല്ലേലൂയ. Ponder over the word. നിങ്ങളുടെ വചനത്തെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുക. Chew the word വചനത്തെ നിങ്ങൾ അയവിറക്കുക. നിങ്ങളുടെ വചനത്തെ വിശ്വസിക്കുക. and speak the word. നിങ്ങൾ വചനത്തെ സംസാരിക്കുക. അതിനുശേഷം അത്ഭുതം സംഭവിച്ചിരിക്കും. In the book of Matthew chapter 8, മത്തായി 8-ാം അധ്യായം verse 8 through 13. അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Word and healing. വചനവും സൗഖ്യവും. Just give 1 or 2 examples and then finish. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വചനവും സൗഖ്യവും. മർക്കോസ് 8-ന്റെ A man called Centurion who was 13 മുതലുള്ള വാക്യങ്ങൾ. having 100 people under his authority, and his dear servant was like a 8 മുതൽ വാക്യം. was near to death. And then അവിടെ ഒരു ശതാധിപനുണ്ടായിരുന്നു. ആ ശതാധിപൻ്റെ മകൻ മരണത്തക്ക അവസ്ഥയിലെത്തിയപ്പോൾ picture says he came, അവൻ picture says he sent his servants. ഒരു സ്ഥലത്ത് ലൂക്കോസ് 7-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശതാബ്ദി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. To speak the word. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. എല്ലാവരും പറഞ്ഞാട്ടെ, വചനത്തെ നിങ്ങൾ കൽപ്പിക്കുക. എന്നാൽ ആ വചനത്തിനുള്ള ആ വാക്കിനുള്ള ശക്തി അവൻ അറിയാമായിരുന്നു. വചനത്തിനകത്ത് അധികാരമുണ്ട്. Shout and say, ഉറക്കെ പറഞ്ഞാട്ടെ, വചനത്തിനകത്തുള്ള അധികാരം. ദൈവം സകലത്തെയും വചനത്താലാണ് ഉളവാക്കിയത്. ഈ എബ്രായർ 1:3-11 നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും, everything ദൈവം സകലത്തെയും ഉണ്ടാക്കി by his word. അവൻ്റെ വചനത്താൽ, അവൻ്റെ വാക്കുകളാൽ ഉളവാക്കി. ആ By God's. ദൈവത്തിൻ്റെ വചനത്താലാണ് സകലതും ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. So God's word has ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വാക്കിന് അതിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനമോ അത് ജീവനും ആത്മാവുമാകുന്നു. യോഹന്നാൻ 6:63. നിങ്ങളത് കുറിച്ചിടാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. യോഹന്നാൻ 6:63 പറയുന്നത്, ഞാൻ പറയുന്ന വചനമോ അത് ജീവനും ആത്മാവുമാകുന്നു. so we have to be very careful. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാത്തുകൊള്ളണം. ഓരോ വാക്കിനും ഓരോ വചനത്തിനും ജീവനുണ്ട്. ഹല്ലേലൂയ. Man, centurion, ഈ ശതാധിപൻ അറിയാമായിരുന്നു, ആ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി അറിയാമായിരുന്നു. soldiers under me. അവൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്,
അതുപോലെ കർത്താവ് എനിക്ക് അധികാരമുള്ളതുപോലെ അങ്ങയ്ക്കും അധികാരമുണ്ട്. രോഗത്തിന്മേലും പിശാചിന് മേലും സകല അന്ധകാര ശക്തിക്ക് മേലും നിനക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാം. Matthew 10 verse 1. മത്തായി 10:1 എന്താ പറയുന്നത് അറിയാമോ? Mark chapter 16 verse 15 to 20. മർക്കോസ് 16:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 9 ലൂക്കോസ് 9 verse 1 and 2. 1-2 വാക്യങ്ങൾ. Luke chapter 10 verse 1 ലൂക്കോസ് 10:1 and 19. 19 വാക്യം. It talks about the power and authority. അത് ശക്തിയും അധികാരത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Call his disciples. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. ഇപ്പോൾ നാം ആകുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരത്തെ നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് ശക്തിയെ നൽകുന്നു, സകല പിശാചുക്കളുടെ മേലും സകല രോഗങ്ങളുടെ മേലും അധികാരം നൽകുന്നു. ഹലോ, നിങ്ങൾക്ക്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ അധികാരം ശക്തിയും സകല ലോകത്തിലുള്ള സകല പൈശാചിക ശക്തികളുടെ മേലുമുണ്ട്. ഒരു കുഞ്ഞായിക്കൊള്ളട്ടെ, യേശു അകത്തുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. സകല പിശാചുക്കളുടെ മേലും അധികാരമുണ്ട്. എല്ലാ ആഭിചാര ശക്തികളുടെ മേലും മന്ത്രവാദ ശക്തികളുടെ മേലും അധികാരമുണ്ട്. ആമേൻ. എല്ലാ പൈശാചിക ശക്തികളുടെ മേലും അധികാരമുണ്ട്. All kinds of idol power. എല്ലാ വിഗ്രഹാരാധനയുടെ ശക്തിക്കും എല്ലാ രോഗങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അധികാരമുണ്ട്. ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് ഈ അധികാരവും ശക്തിയും നൽകിയിരിക്കുന്നു. You must take your authority. നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ എടുക്കണം. അധികാരം. Hallelujah. ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധികാരം യേശുവിൻ്റെ നാമത്തിൽ. പോകാൻ പറഞ്ഞാൽ പോകണം, വരാൻ പറഞ്ഞാൽ അത് വരണം. Say come. Now, എല്ലാവരും പറഞ്ഞാട്ടെ, പോകാ. എവിടേക്ക്? every sickness, എല്ലാ രോഗവും every demon, എല്ലാ പിശാചുക്കളും no place in me. ഇനി എന്നിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല, പോകുക. Every blessing. എല്ലാ അനുഗ്രഹങ്ങളും വരുക. Hallelujah. ഹല്ലേലൂയ. See, നോക്കുക, to Jesus. അവൻ യേശുവിനോട് സംസാരിച്ച്, യേശുവെ ഒരു വാക്ക് മാത്രം മതി. യേശു അത് കേട്ടിട്ട് വളരെയധികം അതിശയത്തോടെ അത്രയധികം അതിശയത്തോടെ യേശുവിനെ നോക്കുകയാണ്. A positive word. Shocked with the surprise. അവൻ അത് കേട്ട് ഞെട്ടി. Searching for such ഇങ്ങനെയുള്ളൊരു ഇത്ര വലിയൊരു വിശ്വാസത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞു, I want such people. ഞാനിതിനെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് വേണ്ടത്. വിശ്വസിക്കുന്നവർ, എൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവർ എനിക്ക് ആവശ്യമാണ്. Touch your head. നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞിട്ട് കൽപ്പിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും Not from God in me. എന്നിൽ ദൈവത്താൽ നിന്ന് വന്നതല്ലെങ്കിൽ, ഏതെങ്കിലും രോഗമായിക്കൊള്ളട്ടെ, വ്യാധിയായിക്കൊള്ളട്ടെ, Against God's ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ പ്രാണനിൽ, എൻ്റെ ശരീരത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അസാധാരണ അനുഗ്രഹങ്ങളും, എല്ലാ സാധാരണ അനുഗ്രഹങ്ങളും എൻ്റെ പ്രാണനിലേക്ക് പ്രവേശിക്കട്ടെ, എൻ്റെ ശരീരത്തിലേക്ക് വരട്ടെ, എൻ്റെ ജീവിതത്തിൽ അത് കാണട്ടെ. എൻ്റെ കുടുംബം supernatural. അസാധാരണ കുടുംബമായിരിക്കട്ടെ. ഏതെങ്കിലും ആത്മാവ്, ഏതെങ്കിലും പിശാച്, ഏതെങ്കിലും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ, എൻ്റെ ഭവനത്തിലോ, എൻ്റെ റൂമിലോ, എൻ്റെ ജീവിതത്തിലോ അതിനെ പുറത്തു പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സൗഖ്യങ്ങളും, എല്ലാ അഭിഷേകങ്ങളും, എല്ലാ അസാധാരണ ശക്തിയും അധികാരവും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമ്പത്തും സന്തോഷം സമാധാനം എല്ലാം എൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ മദ്യപിക്കുന്ന ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നു. ആ വ്യഭിചാരത്തിൻ്റെ ആത്മാവിനെ ഞാൻ പുറത്താക്കുന്നു. നിങ്ങൾ കൽപ്പിക്കുക, നിങ്ങൾക്ക് ഈ അധികാരമുണ്ട്. ആമേൻ. യേശു പറഞ്ഞു, നീ പോക എന്ന് പറഞ്ഞു. What you asked, it is നീ എന്താണ് ചോദിച്ചത്? നിവൃത്തിയായി എന്ന് പറഞ്ഞു. Everybody say, Jesus sent his word. യേശു തൻ്റെ വചനത്തെ അയച്ചു. വാക്ക് പറഞ്ഞു. God sent his word. യേശു തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരെ അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20. Mostly concentrate on the word of God.
That's what I received. ഞാൻ ദൈവവചനത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. Give more importance, നിങ്ങൾ not more importance. The total importance. നിങ്ങൾ പൂർണ്ണ പ്രാധാന്യവും നിങ്ങൾ ദൈവവചനത്തിന് കൊടുക്കുക. നിങ്ങൾ ബലമുള്ളവരായിരിക്കുക. At the same time, you must check with yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ പരിശോധിക്കണം, ദൈവത്തിൽ നിന്നല്ലാത്ത എന്തിനെങ്കിലും ഞാൻ സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിക്കുക. You give place, then nothing can happen. നിങ്ങൾ അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തകർത്ത് നിങ്ങൾ മുന്നേറുക. എല്ലാവരും പറഞ്ഞാട്ടെ, വചനം വചനം വചന വിശ്വാസത്തെ കൊണ്ടുവരുന്നു. The person who was a cripple, born cripple from his mother's womb, ജന്മനാ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. and he was weak in his. അവൻ്റെ പാദത്തിന് ബലഹീനത ഉണ്ടായിരുന്നു. അവന് നടക്കാൻ കഴിഞ്ഞില്ല. അവനെ വഹിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. Are you fresh? നിങ്ങൾ ഉന്മേഷത്തോടെ ഇരിക്കുന്നുണ്ടോ? Somebody says, by faith I say I am fresh. ആരെങ്കിലും പറഞ്ഞിട്ട് വിശ്വാസത്താൽ ഞാൻ ഉന്മേഷവാനായിരിക്കുന്നു. See, there was a man who was listening to the preaching. നോക്കുക, ആ സുവാർത്ത Paul's book. പൗലോസ് പറഞ്ഞ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അവന് I should say no feelings like that. അവന് കാലിൽ അവന് His feet was very feeble like a wing, ബലമുണ്ടായിരുന്നില്ല, തളർന്നു കിടന്നു. അവന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. but he was listening. Somebody say, അവൻ കേട്ടുകൊണ്ടേയിരുന്നു. what you listen പറഞ്ഞാട്ടെ, എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? affects your life. അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. If somebody says, hey, നിങ്ങൾക്കറിയോ ഇതറിയോ എന്ന് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നത്, എനിക്കറിയാം, പോയിക്കോ എന്ന് പറയുക. hallelujah. ഹല്ലേലൂയ. You must say, do you know നിങ്ങൾക്കറിയാമോ somebody in me? എന്നിൽ ആരോ ഉണ്ട്, ഹല്ലേലൂയ എന്ന് പറയുക. When somebody speaks negative, എന്തെങ്കിലും തെറ്റായ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ നല്ലതവരോട് സംസാരിക്കുക. ഡോക്ടർ പറഞ്ഞു തീർന്നു, ഇനി 3 മാസമേ ഉള്ളൂ. നിങ്ങൾ പറയണം, ഇല്ലല്ല 30 years. 3 മാസമല്ല 30 വർഷം. Praise be to God. ദൈവത്തിൻ്റെ മഹത്വം. They are sleeping. നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ? Never say no like this. No. ഇല്ല എന്നിങ്ങനെ നീട്ടി പറയരുത്. ഇല്ല എന്ന് ഉറപ്പോടെ പറയുക. പോകുക, വരിക, ചെയ്യുക, ഉറപ്പോടെ പറയുക. When the policeman, പോലീസുകാര് listen, when a policeman uses his authority, what will he do? പോലീസൻ തൻ്റെ അധികാരം കള്ളനോട് എങ്ങനെയായിട്ട് വിളിക്കുക? ദൈവം നിൽക്ക്, ഞാൻ നിന്നെ ഒന്ന് പിടിച്ചോട്ടെ. ഞാൻ വന്നിട്ട് നിന്നെ ഒന്ന് പിടിച്ചോട്ടെ. കള്ള നിൽക്കുന്ന പോലീസുകാരൻ പറയുമോ, ഞാൻ നിന്നെ പിടിക്കട്ടെ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോട്ടെ. നിൽക്കടാ അവിടെ, ഞാൻ നിന്നെ വെടിവെക്കും എന്നല്ലേ പറയാറുള്ളൂ. അതുപോലെ ഉറപ്പോടെ പറയുക. You don't play with the devil. പിശാചിനോട് Shakla brakati. ഗൗരവത്തോടെ നിൽക്കണം. ശ്രദ്ധിക്കുക, വചനം. ആമേൻ. You must sit with God. നിങ്ങൾ ദൈവവചനവുമായിട്ട് ഒരുപാട് സമയങ്ങൾ ഇരിക്കുക. യെസയ്ക്കണ്ണൻ്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ? About 90 years old. 90 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഞങ്ങളെപ്പോഴെല്ലാം കാണുന്നു, എപ്പോഴും വേദപുസ്തകം കയ്യിലുണ്ടാകും. Takes Ezekiel's book, അല്ലെങ്കിൽ യെസയ്ക്കണ്ണൻ്റെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. daily thought. ദൈനംദിന ജീവിതത്തിലുള്ള പ്രതിദിന ജീവിതത്തിൽ നിങ്ങളെ തന്നെ ക്രിസ്തുവിൽ കാണുക. ഡെയിലി ഡിവോഷൻ പുസ്തകം ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വചനമെടുക്കും, ആ തിരുവെടുത്ത് നോക്കും, എവിടെയാണ് വേദപുസ്തകം നോക്കും. രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അർദ്ധരാത്രിക്കും വായിക്കും, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹലോ, She always എപ്പോഴും വചനം വായിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. more than 90 years old. 90-ലധികം വയസ്സുണ്ട്. What is your age? നിങ്ങളുടെ പ്രായം എന്താ? Sometimes I read the Bible. ചിലപ്പോഴേ ഞാൻ വേദപുസ്തകം വായിക്കാറുള്ളൂ പാസ്റ്ററെ. From today, ഇന്ന് മുതൽ be our വേദപുസ്തകം നമ്മുടെ ഭക്ഷണമായി തീരട്ടെ. hallelujah. ഹല്ലേലൂയ. This man was listening to the word. ഈ What happened? മനുഷ്യൻ വചനം കേൾക്കുകയായിരുന്നു. അവൻ്റെ തളർന്ന പാദങ്ങൾ അവൻ ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, God has ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സൗഖ്യമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ശക്തിയുണ്ട്. as he listens very intently, അവൻ വളരെ ശ്രദ്ധയോടെ വചനം കേട്ടപ്പോൾ his faith is അവൻ്റെ വിശ്വാസത്തിന് ഇളക്കം വന്നു. അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ ദൈവവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിക്കും. Paul saw
പൗലോസ് കണ്ടു, ഈ വ്യക്തിക്ക് വിശ്വാസമുണ്ട്, അവന് സൗഖ്യമാകാൻ കഴിയും. അവൻ കൽപ്പിച്ചു, നീ എഴുന്നേറ്റ് നടക്ക. Listening to the word. വചനത്തെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ വിശ്വാസം വന്നവൻ എഴുന്നേറ്റ് ചാടി അവൻ നടന്നു. ആ അത്ഭുതം It's going to happen ഇനിയും സംഭവിക്കും. if you believe. നിങ്ങൾ വിശ്വസിച്ചാൽ സംഭവിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ സംഭവിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ സംഭവിക്കും. നിങ്ങൾ കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ അത്ഭുതം സംഭവിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ. word, വചനം, faith. വിശ്വാസം. Word brings faith. വചനം വിശ്വാസത്തെ കൊണ്ടുവരുന്നു. അതാണ് റോമർ 10:17 പറയുന്നത്. വിശ്വാസം കേൾവിയാലും ദൈവവചന കേൾവിയാലും വരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ. Faith. വചനവും വിശ്വാസവും. വചനം വിശ്വാസത്തെ കൊണ്ടുവരുന്നു. വചനവും Healing. സൗഖ്യവും. Word brings healing. വചനം സൗഖ്യത്തെ കൊണ്ടുവരുന്നു. Amen. ആമേൻ. Word, വചനവും miracle. അത്ഭുതവും. Word brings miracle. വചനം അത്ഭുതത്തെ കൊണ്ടുവരുന്നു. Word, വചനവും money, സമ്പത്തും success. ഐശ്വര്യങ്ങളും. It brings wealth. ഇതെല്ലാം സമ്പത്തുകൾ എനിക്ക് കൊണ്ടുവരുന്നു. വചനം എനിക്ക് പണത്തെ കൊണ്ടുവരുന്നു. വചനം Jehovah Jireh. യഹോവ ഈരേ, എൻ്റെ ആവശ്യങ്ങളെല്ലാം Bed. Labracote. എൻ്റെ ഉള്ളിൽ